with me to Hebrews chapter 10 verses 25. നമുക്ക് എബ്രായർ 10:25 വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. Hebrews 10:25. എബ്രായർ 10:25 വാക്യം. Do not stay away from our worship meetings as some habitually do, but encourage each other, and all the more as you see the day drawing near. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നുവെന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. In this verse we read about one of the very important objects of coming together as a church. നമ്മൾ ഒരു സഭയായി ഒത്തൊരുമിച്ച് കൂടുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നിനെക്കുറിച്ച് നമുക്ക് ഈ വചനങ്ങളിൽ വായിക്കാം. The Bible says that we will encourage each other for the coming of the Lord Jesus Christ. ക്രിസ്തുവിന്റെ രണ്ടാം വരവിനായി ഒരുങ്ങുന്നതിനെ നമ്മൾ തമ്മിൽ പ്രബോധിപ്പിക്കണമെന്ന് വചനം പറയുന്നു. The day of the Lord is drawing near. ദൈവത്തിന്റെ നാൾ അടുത്തടുത്ത് വരികയാണ്. And we all need to encourage each other, so we will all be found in the coming of the Lord Jesus Christ. കർത്താവിന്റെ രണ്ടാം വരവിങ്കൽ നമ്മൾ എല്ലാവരും കാണപ്പെടുന്നതിനെ നമ്മൾ തമ്മിൽ പ്രബോധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. When Apostle Paul wrote to Thessalonians, അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ, the Bible says that for the children of God, the church, the coming of the Lord Jesus Christ will not be like a thief. ദൈവമക്കൾക്ക്, അതായത് സഭയ്ക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് കള്ളൻ വരുന്നത് പോലെ ആയിരിക്കില്ലെന്ന് വചനം വ്യക്തമായി പറയുന്നുണ്ട്. The coming of the Lord will be an expected one. ദൈവമക്കൾക്ക് കർത്താവിന്റെ വരവ് അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആയിരിക്കും. Because we are in the light and we have been already revealed what will be the signs that go before the coming of the Lord Jesus Christ. കാരണം നമ്മൾ വെളിച്ചത്തിലുള്ളവരാണ്. ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുൻപായി സംഭവിക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. By the grace of God, in the past 2 weeks I dealt with 2 evident signs that has been foretold regarding the last days. ദൈവത്തിന്റെ കൃപയാൽ കഴിഞ്ഞ 2 ആഴ്ചകളിലായി ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുൻപായി സംഭവിക്കുന്ന 2 അടയാളങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുവല്ലോ. The first sign was the sign of the nation of Israel. ഒന്നാമത്തെ അടയാളം ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള അടയാളമായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുവല്ലോ. In Matthew 24 verse 32 to 34, മത്തായി 24:32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ, there Jesus said, when you see the fig tree blossoming, understand that I have come nigh to the door. അവിടെ യേശുക്രിസ്തു പറഞ്ഞു, അത്തി കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ ഞാൻ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. The fig tree signifies the nation of Israel. അത്തിമരം ഇസ്രായേൽ ദേശത്തെ സൂചിപ്പിക്കുന്നു. So when you see the nation of Israel blossoming, the coming of the day of the Lord is drawing near. അതായത് ഇസ്രായേൽ ദേശം വീണ്ടും സ്ഥാപിക്കപ്പെടുമ്പോൾ കർത്താവിന്റെ രണ്ടാം വരവ് അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. The second sign I shared with you in my previous sermon. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പങ്കുവച്ച രണ്ടാമത്തെ അടയാളം In Luke 21:7, ലൂക്കോസ് 21:7 വാക്യത്തിൽ, there following verses, Jesus said, you have to consider the changes in nature like earthquakes, like famines and pestilences that will be a sure sign that the day is approaching. അവിടെ യേശുക്രിസ്തു പറഞ്ഞു, കർത്താവിന്റെ രണ്ടാം വരവ് അടുത്തു വരുമ്പോൾ പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും, ഭൂകമ്പങ്ങളും മഹാമാരികളും ക്ഷാമവും ഉണ്ടാകും. So the second sign was nature. ആകയാൽ രണ്ടാമത്തെ അടയാളം പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. Today we are going to study about the third evident sign of the coming of the Lord Jesus Christ. ഇന്ന് കർത്താവിന്റെ രണ്ടാം വരവിന് മുൻപായി നടക്കുവാൻ പോകുന്ന മൂന്നാമത്തെ അടയാളത്തെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. The third sign will be the happenings in world politics. മൂന്നാമത്തെ അടയാളം ആഗോള രാഷ്ട്രീയ രംഗത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും. World politics. ആഗോള രാഷ്ട്രീയ രംഗങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. Now you must understand that God is in control of the entire administration and the ruling
and the authority that works in the world. ലോകത്തിലുള്ള സകല അധികാര കേന്ദ്രങ്ങളുടെയും ഭരണപരമായ കാര്യങ്ങളുടെയും നിയന്ത്രണം സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. He is the one who appoints kings and rulers. ഭരണാധികാരികളെയും രാജാക്കന്മാരെയും നിയമിക്കുന്നത് He ദൈവമാണ്. is the one who changes times. He is the one who changes kingdoms. രാജ്യങ്ങളെയും കാലങ്ങളെയും മാറ്റുന്നത് ദൈവം തന്നെയാണ്. So he is the one who uses the powers of this world, the political scenario of this world, as an instrument to give us signs that the last days are coming. ആകയാൽ അന്ത്യദിനങ്ങൾ അടുത്തിരിക്കുന്നു എന്നതിന്റെ അടയാളം നൽകുന്നതിന് വേണ്ടി ലോക രാഷ്ട്രീയ രംഗത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ദൈവമാണ്. Now there are 3 signs you have to watch for that will be evident in the political system of the world. ഇപ്പോൾ ആഗോള രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടുന്ന 3 മാറ്റങ്ങൾ നിങ്ങൾ അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട്. The first one is the weak political system in the last days. ഒന്നാമത്തേത് അന്ത്യകാലത്ത് കാണപ്പെടുന്ന ബലഹീനമായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. A weak political system. ബലഹീനമായ രാഷ്ട്രീയ ഘടനകൾ. Now you read this in the book of Daniel chapter 2. ദാനിയേൽ 2-ാം അധ്യായത്തിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. Now in that book, in the 2nd chapter, King Nebuchadnezzar had a very strange dream. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് അസാധാരണമായ ഒരു സ്വപ്നം കാണുന്നു. Now he forgot all about the dream the next എന്നാൽ day. അടുത്ത ദിവസം അതെല്ലാം അദ്ദേഹം And he മറന്നുപോയി. compels his courtiers to come up with the dream and the explanation of the ആ dream. സ്വപ്നം എന്താണെന്നും സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്നും പറഞ്ഞു തരുവാൻ അദ്ദേഹം തന്റെ ആഭിചാരകന്മാരോട് കൽപ്പിച്ചു. Daniel, the man of God, prayed and God revealed the dream and also the interpretation of the dream. എന്നാൽ ദാനിയേൽ പ്രാർത്ഥിച്ചു. ദൈവം സ്വപ്നം എന്താണെന്നും സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും ദാനിയേലിന് Now വെളിപ്പെടുത്തി. everybody listen to me, otherwise you will not understand. നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകില്ല. Now the dream was about a statue that Nebuchadnezzar saw. നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം ഒരു ബിംബത്തെക്കുറിച്ചുള്ള സ്വപ്നമായിരുന്നു. Now the statue that stood before him had 5 different parts. രാജാവിന്റെ മുൻപിൽ നിന്നിരുന്ന ആ ബിംബത്തിന് 5 വ്യത്യസ്തമായ ഭാഗങ്ങളുണ്ടായിരുന്നു. The 5 different parts of the statue. ആ ബിംബത്തിന്റെ 5 വ്യത്യസ്തമായ ഭാഗങ്ങൾ. The first part is the head that was made of gold. ഒന്നാമത്തെ ഭാഗം തങ്കം കൊണ്ടുണ്ടാക്കിയ ബിംബത്തിന്റെ തലയായിരുന്നു. Now the Lord revealed to Daniel that the golden head is nothing else but the kingdom of Babylon, Nebuchadnezzar himself. തങ്കം കൊണ്ടുണ്ടാക്കിയ തല മറ്റൊന്നുമല്ല എന്ന് ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തു. അത് ബാബേൽ രാജ്യമാണ്, നെബൂഖദ്നേസർ തന്നെയാണ്. And the Bible says that kingdom will be characterized by sovereignty, power, strength and glory. ആ സാമ്രാജ്യത്തിന് സ്വർഗസ്ഥനായ ദൈവം രാജത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നുവെന്ന് വചനം പറയുന്നു. Today it is the country of Iraq. ഇന്ന് അത് ഇറാഖ് എന്ന രാജ്യമാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. Now Iraq today, though it is in ruins, ഇറാഖ് ഇന്ന് വളരെയധികം നശിച്ചിരിക്കുന്നുവെങ്കിലും you can still see the ruins of Nebuchadnezzar's empire. എന്നാൽ ഇപ്പോഴും നെബൂഖദ്നേസറിന്റെ സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ നിങ്ങൾക്കവിടെ കാണാം. The photographs you see is his palace that he built in Babylon. ബാബേലിൽ അദ്ദേഹം പടുത്തുയർത്തിയ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. Though it is not completely intact, you can see the grandeur of his structures. അത് പൂർണ്ണമായി തകർക്കപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്കതിന്റെ വൈഭവം ഇപ്പോഴും കാണാം. And historically speaking, they say he built one of the 7 wonders of the ancient world, which is the hanging gardens of Babylon. ചരിത്രപരമായി സംസാരിക്കുകയാണെങ്കിൽ പുരാതന ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ ബാബിലോണിലെ തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടങ്ങൾ അദ്ദേഹമാണത്രേ So നിർമ്മിച്ചത്. it was a glorious empire. അദ്ദേഹം മഹാനായ ചക്രവർത്തിയായിരുന്നു. But in his son's time, who is Belshazzar, the Lord said, your kingdom will be taken away and will be divided into 2. എന്നാൽ അദ്ദേഹത്തിന്റെ മകന്റെ കാലത്ത് നിന്റെ രാജ്യം നിനക്ക് നഷ്ടപ്പെടും, അത് 2ആയി വിഭജിക്കപ്പെടുമെന്ന് ദൈവം പറഞ്ഞു. So come back to the statue again. ആകയാൽ വീണ്ടും ബിംബത്തെക്കുറിച്ച് ചിന്തിക്കാം. The statue, head of gold, which is the Babylonian empire. ബിംബത്തിന്റെ പൊന്നുകൊണ്ടുള്ള തല ബാബിലോൺ രാജ്യമായിരുന്നു. The second part is the hands and the chest. ബിംബത്തിന്റെ 2ാമത്തെ ഭാഗം കൈയും നെഞ്ചുമാണ്.
This is made of silver. അത് വെള്ളി കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. And the Lord said, this will be an inferior kingdom that will follow the Babylonian empire. ദൈവം പറഞ്ഞു, ബാബേൽ സാമ്രാജ്യത്തിന് ശേഷം പിന്തുടർന്നു വരുന്ന ഒരു താണതായ ബലഹീനമായ ഒരു രാജ്യത്വമായിരിക്കും ഇതെന്ന്. Now, this kingdom that followed was none other than the kingdom of the Medes and Persians. ഈ ബാബേൽ രാജ്യത്വത്തിന് ശേഷം വരുന്ന ഈ രാജ്യത്വം മറ്റൊന്നുമല്ല, മേദിയ രാജ്യത്വവും പേർഷ്യൻ രാജ്യത്വവുമാണ്. Just as they saw two hands of silver in the dream, the kingdom was ruled by two groups, Medes and Persians. ബിംബത്തിൽ വെള്ളി കൊണ്ടുണ്ടാക്കിയ രണ്ട് കൈകൾ കണ്ടതുപോലെ രണ്ട് വിഭാഗം ജനങ്ങളാണ് ഈ രാജ്യത്തെ ഭരിച്ചത്, അതായത് പേർഷ്യൻ സാമ്രാജ്യവും മീദിയൻ സാമ്രാജ്യവും. In every human body, two hands don't have the same strength. Either you are left-handed or right-handed in most cases. ഓരോ മനുഷ്യന്റെ ശരീരത്തിലുമുള്ള രണ്ട് കൈകൾക്ക് ഒരേ ശക്തിയായിരിക്കില്ല. ഒന്നുകിൽ നിങ്ങൾ ഇടംകൈയന്മാരായിരിക്കും, അല്ലെങ്കിൽ വലംകൈയന്മാരായിരിക്കും. In the same way, അതുപോലെ തന്നെ when the two empires took over Babylon, ഈ രണ്ട് സാമ്രാജ്യങ്ങൾ ബാബേൽ രാജ്യത്തെ പിടിച്ചടക്കിയപ്പോൾ the Persians were stronger than the Medes. പേർഷ്യക്കാർ മിദ്യാന്യരേക്കാൾ ബലവാന്മാരായിരുന്നു. And they ruled that empire for many years. അവർ നിരവധി വർഷങ്ങൾ ആ രാജ്യം ഭരിച്ചു. Now, this was the empire under which Ezra and Nehemiah lived. ഈ സാമ്രാജ്യങ്ങളുടെ വാഴ്ചയുടെ കാലത്താണ് എസ്രയും നെഹമ്യാവും ജീവിച്ചിരുന്നത്. Now, the Persian empire is today's Iran. അന്നത്തെ പേർഷ്യൻ സാമ്രാജ്യമാണ് ഇന്നത്തെ ഇറാൻ. The photo you see there is the capital city of the Persian empire. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയുടെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. But the Lord said the golden head, which is the Babylonian empire, will go, then followed by the silver chest and hands, the Persians and Medians, they will also go. ദൈവം പറഞ്ഞു, പൊന്നുകൊണ്ടുണ്ടാക്കിയ ബാബേൽ സാമ്രാജ്യത്തിന് ശേഷം വെള്ളി കൊണ്ടുണ്ടാക്കിയ പേർഷ്യൻ സാമ്രാജ്യവും മിദ്യാന്യ സാമ്രാജ്യവും വരും, അവരും പോകും. Now the third part is the belly and the thighs. ഇനി മൂന്നാമത്തെ ഭാഗമാണ്, അതായത് വയറും തുടയും. In the dream, God showed both of these parts made of bronze. സ്വപ്നത്തിൽ ദൈവം കാണിച്ചു കൊടുത്തു, ഈ രണ്ട് ഭാഗങ്ങളും താമ്രം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്. What is this? ഇതെന്താകുന്നു? This was the empire that followed as the third one, which is the empire of Greece, built by Alexander the Great. ഇത് മൂന്നാമത്തെ സാമ്രാജ്യമാണ്, അതായത് ഗ്രീസ് സാമ്രാജ്യം. ഈ സാമ്രാജ്യം പടുത്തുയർത്തിയത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയാണ്. Now, if you read Daniel chapter 2, verse 39, second part, ഇപ്പോൾ ദാനിയേൽ 2:39 വാക്യത്തിന്റെ രണ്ടാം ഭാഗം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ there is something very specifically prophesied about the third kingdom, which is the Greek kingdom. അവിടെ മൂന്നാമത്തെ സാമ്രാജ്യമായ ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ഒരു സവിശേഷമായ പ്രവചനമുണ്ട്. It says, അത് പറയുന്നു, then another, a third kingdom of bronze, which will rule the whole earth. പിന്നീട് താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വവും ഉത്ഭവിക്കും, അത് സർവ്വഭൂമിയിലും വാഴും, സർവ്വഭൂമിയെയും അടക്കി വാഴും. What does it say? ഈ വചനം എന്താണ് പറയുന്നത്? This Greek empire will rule the whole world. ഈ ഗ്രീക്ക് സാമ്രാജ്യം ലോകത്തെ മുഴുവൻ അടക്കി വാഴുമെന്ന് Just as God prophesied ദൈവം പ്രവചിച്ചതുപോലെ തന്നെ in BC 332, BC 332 Alexander conquered the Medes and Persian empire. അലക്സാണ്ടർ പേർഷ്യക്കാരെയും മിദ്യാന്മാരുടെ സാമ്രാജ്യത്തെയും കീഴടക്കി. He expanded his empire throughout the known world. അദ്ദേഹം ലോകം മുഴുവൻ തന്റെ സാമ്രാജ്യം വ്യാപിപ്പിച്ചു. He came until India. അദ്ദേഹം ഇന്ത്യയിൽ വരെ എത്തിച്ചേർന്നു. History says, it seems at one juncture he cried towards heaven and said, I wish I had more lands to conquer. I've conquered everything. ചരിത്രം പറയുന്നു, ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇപ്രകാരം സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിച്ചത്രേ, കൂടുതൽ ദേശങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് കീഴടക്കാമായിരുന്നു, ഞാൻ എല്ലാ ദേശങ്ങളെയും കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. Just as God said you will conquer the whole world, it happened. ദൈവം പറഞ്ഞതുപോലെ നീ ലോകം മുഴുവൻ കീഴടക്കും, അതുപോലെ തന്നെ സംഭവിച്ചു. Next part of the statue, ആ ബിംബത്തിന്റെ അടുത്ത ഭാഗം were the legs. അത് കാലുകളായിരുന്നു. The legs were made of iron. കാലുകൾ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. Now in the prophecy the Lord said, ആ പ്രവചനത്തിൽ ദൈവം പറഞ്ഞു, in verse 40, 40 വാക്യത്തിൽ, a fourth kingdom will be as strong as iron,
For iron crushes and shatters everything, and like iron that smashes, it will crush and smash all the others. 40-ാമത്തെ വാക്യത്തിൽ, നാലാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും, ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ, തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയെ ഒക്കെയും ഇടിച്ചു തകർത്ത് കളയും. Just as it was prophesied. അപ്രകാരം പ്രവചിച്ചതുപോലെ തന്നെ. BC 63. BC 63-ാം വർഷത്തിൽ the Romans took over the Greek empire. റോമ സാമ്രാജ്യം ഗ്രീക്ക് സാമ്രാജ്യത്തെ കീഴടക്കി. And they ruled the world with an iron fist. അവർ ഇരുമ്പ് മുഷ്ടി കൊണ്ട് ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ചു. Their atrocities and violence and persecution was second to none. അവർ ചെയ്ത അക്രമങ്ങളും ക്രൂരതയും പൈശാചികതയും മറ്റൊന്നിനോടും ഉപമിക്കുവാൻ കഴിയില്ല. Just as the Lord said, they smashed and broke like iron. ദൈവം പറഞ്ഞതുപോലെ തന്നെ ഇരുമ്പ് പോലെ അവർ സകലതിനെയും തകർത്ത് തരിപ്പണമാക്കി. They were the reason for the destruction of the city of Jerusalem and the temple in Jerusalem. They broke it down to pieces. യെരുശലേം നഗരത്തിന്റെ നാശത്തിന് അവരായിരുന്നു കാരണക്കാർ. അവരാണ് യെരുശലേമിലെ ദൈവാലയം തകർത്ത് കളഞ്ഞത്. They were the forerunners of the persecution of Christians. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവരിൽ മുൻഗാമികൾ അവരായിരുന്നു. You must know that Jesus lived during this empire, the Roman Empire. ഈ റോമൻ സാമ്രാജ്യത്തിന്റെ വാഴ്ചയുടെ കാലത്താണ് യേശു ജീവിച്ചിരുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. It was the Roman Empire that gave the sentence of crucifixion to Jesus. റോമൻ ചക്രവർത്തിയാണ് യേശുവിനെ ക്രൂശിക്കുവാൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. It was the empire that broke his body. റോമൻ സാമ്രാജ്യമാണ് യേശുവിന്റെ ശരീരത്തെ തകർത്ത് കളഞ്ഞത്. It was the empire that persecuted Christians. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചതും റോമൻ സാമ്രാജ്യമായിരുന്നു. Do you know how far they went in persecuting them? അവർ എത്രമാത്രം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? Now you are seeing the photograph of a stadium in Rome in ruins right now. ഇപ്പോൾ റോമിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേഡിയത്തിന്റെ ചിത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. This stadium was used to persecute Christians. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ ഈ സ്റ്റേഡിയമാണ് ഉപയോഗിച്ചിരുന്നത്. How did they do it? എങ്ങനെയാണ് അവരത് ചെയ്തത്? That stadium can seat about 50,000 people. ആ സ്റ്റേഡിയത്തിൽ ഏകദേശം 50,000 പേർക്ക് ഇരിക്കാം. And in the middle part, the flat part, the Christians will be sent out to the center arena. പിന്നീട് ക്രിസ്ത്യാനികളെ ഈ സ്റ്റേഡിയത്തിന്റെ മധ്യഭാഗത്തേക്ക് പറഞ്ഞയക്കും. And lions and tigers would be released to eat them alive in the sight of all the people. പിന്നീട് എല്ലാ ജനങ്ങൾക്കും മുൻപാകെ ഈ ക്രിസ്ത്യാനികളെ ഭക്ഷിക്കുന്നതിന് വേണ്ടി പുലികളെയും സിംഹങ്ങളെയും അവർ സ്റ്റേഡിയത്തിലേക്ക് തുറന്നുവിടും. And that was a sport, it was an event to celebrate. അതവർ ആഘോഷിച്ചിരുന്ന ഒരു കായിക ഇനമായിരുന്നു. In the Roman government, റോമൻ സർക്കാരിൽ Christianity was outlawed. ക്രിസ്ത്യാനികൾ നിയമത്തിന് പുറത്തായിരുന്നു. So being a Christian is very dangerous. ആകയാൽ ക്രിസ്ത്യാനി ആയിരിക്കുക എന്നത് അപകടകരമായ കാര്യമായിരുന്നു. There was this emperor Caesar Nero who was so violent in persecuting Christians. ക്രിസ്ത്യാനികളെ വളരെയധികം പീഡിപ്പിച്ച ഒരു ചക്രവർത്തിയായിരുന്നു നീറോ ചക്രവർത്തി. He actually burnt the capital city Rome. അദ്ദേഹം റോമിന്റെ തലസ്ഥാന നഗരി കത്തിച്ചു കളഞ്ഞു. And he put the blame on Christians that they burnt the city. പിന്നീട് അത് ചെയ്തത് ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യാനികളുടെ മേൽ കുറ്റം ആരോപിച്ചു. And what was the punishment? എന്തായിരുന്നു ശിക്ഷ? They caught Christians. അവർ ക്രിസ്ത്യാനികളെ പിടികൂടി. And they would crucify them along the streets of Rome. അവർ റോമിലെ എല്ലാ തെരുവുകളിലും ക്രിസ്ത്യാനികളെ ക്രൂശിൽ തറയ്ക്കുകയായിരുന്നു. And they would burn them alive. അവർ ജീവനോടെ ക്രിസ്ത്യാനികളെ കത്തിച്ചു കളഞ്ഞു. And in that light, people used to be walking in the night. ആ വെളിച്ചത്തിലായിരുന്നു രാത്രി ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിരുന്നത്. Nero, the most violent king, നീറോ ഏറ്റവും അക്രമകാരിയായ രാജാവായിരുന്നു. he used to have his dinner in a big hall. ആ രാജാവ് വലിയൊരു ഹാളിലാണ് തന്റെ അത്താഴം കഴിച്ചിരുന്നത്. And there would be pillars all around. ആ ഹാളിന് ചുറ്റും തൂണുകൾ ഉണ്ടായിരിക്കും. And every pillar had a Christian burning alive, and he would be having dinner. എല്ലാ തൂണിലും ഓരോ ക്രിസ്ത്യാനികളെ പിടിച്ച് കെട്ടിയിട്ട് ജീവനോടെ കത്തിക്കും. ആ വെളിച്ചത്തിൽ അദ്ദേഹം അത്താഴം കഴിക്കും. That was the amount of iron fist that the Roman government ruled the world. അതുപോലെ ഇരുമ്പ് മുഷ്ടി കൊണ്ടാണ് റോമൻ ഗവൺമെന്റ് ലോകത്തെ ഭരിച്ചത്. Now look at the statue again. ഇപ്പോൾ ആ ബിംബത്തെ വീണ്ടും നോക്കുവിൻ. The head of gold
Babylonian Empire. പൊന്നുകൊണ്ടുണ്ടാക്കിയ തല ബാബേൽ സാമ്രാജ്യമായിരുന്നു. Next one, silver hands, Medes and Persians. വെള്ളി കൊണ്ടുണ്ടാക്കിയ കൈകൾ പേർഷ്യക്കാരും മിദ്യാനരുമായിരുന്നു. The belly of bronze, the Greek emperor Alexander the Great. താമ്രം കൊണ്ടുണ്ടാക്കിയ വയറ് ഗ്രീക്ക് ചക്രവർത്തി അലക്സാണ്ടർ ആയിരുന്നു. The legs are iron, denoting the Roman Empire. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കാലുകൾ റോമൻ സാമ്രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. And the last part is the foot. ആ ബിംബത്തിന്റെ അവസാന ഭാഗം കാൽ ആയിരുന്നു. How was the foot? കാൽ എങ്ങനെയായിരുന്നു? In the vision, the feet was made of clay mixed with iron. ദർശനത്തിൽ കാൽ ഇരുമ്പ് കൊണ്ടും കളിമണ്ണ് കൊണ്ടും ഉണ്ടാക്കിയതായിരുന്നുവെന്ന് വ്യക്തമായി കാണുന്നുണ്ട്. This is very interesting because only for this part of the statue much description is given among all the others. ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ബിംബത്തിന്റെ ഈ ഭാഗത്തിന് മാത്രമാണ് മറ്റു ഭാഗങ്ങളെക്കാൾ അധികം വിശദീകരണങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത്. Now the Bible ഇപ്പോൾ says വേദപുസ്തകം പറയുന്നു, this feet that is mixed with clay and iron. ഇപ്പോൾ ഇരുമ്പ് കൊണ്ടും കളിമണ്ണ് കൊണ്ടും ഉണ്ടാക്കിയ ഈ കാൽ, You can refer to Daniel 2 verses 41 and 42. നിങ്ങൾക്ക് ദാനിയേൽ 2 41 42 എന്നീ വാക്യങ്ങൾ വായിച്ചു നോക്കാം. There are three things that are written about it. അവിടെ 3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. I will just give you the points. ഞാൻ പോയിന്റുകൾ മാത്രം പറയും. Number 1, ഒന്നാമത്, it will be a divided kingdom. അത് ഒരു ഭിന്ന രാജ്യത്വം ആയിരിക്കും. Like 10 toes, it will be അത് divided. കാൽ വിരലുകൾ പോലെ വിഭജിക്കപ്പെട്ടിരിക്കും. Number 2, രണ്ടാമത്തെ കാര്യം, because of the mixture of clay and iron, ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതുകൊണ്ട് some part will be strong, other parts will be weak. ചില ഭാഗങ്ങൾ ബലമുള്ളതായിരിക്കും, എന്നാൽ മറ്റു ചില ഭാഗങ്ങൾ ബലഹീനമായിരിക്കും. Number 3, മൂന്നാമത്തെ കാര്യം, just like iron and clay cannot mix, even though they are together, they will not mix. അവർ ഒന്നായിരിക്കുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ലെന്ന് വചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്. Everyone listen to me. എല്ലാവരും ശ്രദ്ധിക്കുവിൻ. Now this is the last kingdom that will be on earth before the kingdom of Jesus Christ will be established on earth for eternity. യേശുവിന്റെ നിത്യമായ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് ഭൂമിയിലെ അവസാനത്തെ സാമ്രാജ്യം ഈ സാമ്രാജ്യമായിരിക്കും. അത് ഇരുമ്പും കളിമണ്ണും കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. Daniel, as he was seeing the statue, ദാനിയേൽ ഈ ബിംബത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ he saw a big piece of rock that was not taken off by human hands. It would come and strike the feet of this statue, and the statue will fall down, get broken into pieces. കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളയുന്നത് ദാനിയേൽ കാണുന്നു. It became powder. ആ ബിംബം പൊടിയായി തീർന്നു. That stone which hit the statue became a great kingdom. ബിംബത്തെ അടിച്ചു തകർത്ത കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഒരു സാമ്രാജ്യമായി തീർന്നു. What is the meaning? ഇതിന്റെ അർത്ഥം എന്താണ്? This will be the last and final kingdom in this world before the establishment of the 1000-year reign of Jesus Christ on this earth. ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപായി ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്ന അവസാനത്തെ സാമ്രാജ്യം ഇതായിരിക്കും. Hallelujah. ഹല്ലേലൂയ. What is that kingdom? ഏതാകുന്നു ആ സാമ്രാജ്യം? The kingdom we are in today. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന സാമ്രാജ്യം. That is why I told you in the beginning. അതുകൊണ്ടാണ് ആരംഭത്തിൽ ഞാൻ പറഞ്ഞത്, The first sign politically about the last days is a weak political system. അന്ത്യദിനത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയപരമായ അടയാളം ബലഹീനമായ രാഷ്ട്രീയ ഘടനയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ. Look at how it is happening by word in our time today. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ വചനാനുസരണം അതെങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കൂ. How do you look at iron mixed with clay? കളിമണ്ണ് ഇരുമ്പിനോട് ചേർന്നിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? How do you understand it? നിങ്ങൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? This is the way we have to understand. നിങ്ങൾ ഇതുപോലെയാണ് അത് മനസ്സിലാക്കേണ്ടത്. Many ways. നിരവധി വഴികളുണ്ട്. Number 1, ഒന്നാമത്തെ വഴി, in today's world like nothing else before, there is a mix of monarchy and democracy
in the world in different parts. ഇന്നത്തെ ലോകത്തിൽ, അതായത് മുൻപുണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനാധിപത്യവും രാജഭരണവും നിലനിൽക്കുന്നു. Now, earlier all the kingdoms were ruled by one person. പുരാതന കാലത്ത് എല്ലാ രാജ്യങ്ങളും ഒരേ ഒരു വ്യക്തിയാണ് ഭരിച്ചിരുന്നത്. But in today's world, എന്നാൽ ഇന്നത്തെ ലോകത്ത് it is not like that. അതങ്ങനെയല്ല. Every country is sovereign. ഓരോ ദേശവും തനിത്തനി രാജ്യങ്ങളായി പിരിഞ്ഞിരിക്കുന്നു. And കൂടാതെ some countries are under democratic rule like India. ഇന്ത്യയെ പോലെയുള്ള ചില രാജ്യങ്ങൾ ജനാധിപത്യ രാജ്യങ്ങളാണ്. If you go to Saudi Arabia, Bahrain and Dubai and other places, there is no democracy. There is only monarchy. Till today, royal families, kings, they rule their countries. നിങ്ങൾ സൗദി അറേബ്യ, ബഹ്റിൻ എന്നീ രാജ്യങ്ങളിലേക്ക് പോയാൽ അവിടെ ജനാധിപത്യമില്ല. അവിടെ ചക്രവർത്തി ഭരണമാണ്. ഒരു വ്യക്തിയാണ് രാജ്യം ഭരിക്കുന്നത്. Now, iron means absolute power, very strong. That is what you see in the monarchy. ഇപ്പോൾ ഇരുമ്പ് കൊണ്ടുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യധികം ശക്തിയുള്ള രാജ്യങ്ങളാണ്. അത് ചക്രവർത്തി ഭരണത്തിൻ കീഴിലുള്ളവയാണ്. രാജാക്കൾ ആட்சிகள். But if you look at democracy, എന്നാൽ ജനാധിപത്യ രാഷ്ട്രങ്ങളെ നോക്കുകയാണെങ്കിൽ it is like clay. It is not very strong. അവ കളിമണ്ണ് പോലെയുള്ള രാജ്യങ്ങളാണ്. Look at Tamil Nadu government. തമിഴ്നാട് സർക്കാരിനെ നോക്കുവിൻ. You don't have to go too far. Look at the government today. നമ്മൾ ദൂരത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. തമിഴ്നാട് സർക്കാരിനെ നോക്കുവിൻ. They were voted to power in a majority. അവർ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നവരാണ്. They are in power. അവർ അധികാരത്തിലുണ്ട്. But you go to the newspapers every day. എന്നാൽ നിങ്ങൾ ദിനംതോറും പത്രം വായിക്കുകയാണെങ്കിൽ What is the headline? എന്താണ് തലക്കെട്ട്? Will the government topple today? ഇന്ന് സർക്കാർ താഴെ വീഴുമോ? സർക്കാരിന് അധികാരം നഷ്ടപ്പെടുമോ? Iron and clay. ഇരുമ്പ് കൊണ്ടും കളിമണ്ണ് കൊണ്ടും ഉണ്ടാക്കിയ രാജത്വങ്ങൾ. It is democracy. ഇത് ജനാധിപത്യമാണ്. But still the courts have more power than the elected person. എന്നിരുന്നാലും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെക്കാൾ അധികാരം നീതിന്യായ പീഠങ്ങൾക്കുണ്ട്. So iron and clay. അതെ, ഇരുമ്പ് കൊണ്ടും കളിമണ്ണും കൊണ്ടും ഉണ്ടാക്കിയ രാജ്യത്വങ്ങൾ. Go to Pakistan. നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുക. They say they are a democratic country. അവർ പറയുന്നു അവർ ജനാധിപത്യ രാഷ്ട്രമാണെന്ന്. But the real power is with the military. They can overthrow the government overnight. എന്നാൽ യഥാർത്ഥ അധികാരവും ശക്തിയും പട്ടാളത്തിനാണ്. അവർക്ക് ഒരു രാത്രി കൊണ്ട് സർക്കാരിനെ മറിച്ചിടുവാൻ കഴിയും. Go to Afghanistan. അഫ്ഗാനിസ്ഥാന്റെ കാര്യം നോക്കാം. They are a democratic country now. അവർ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. But the hidden power is terrorist outfit and they call the shots. എന്നാൽ മറഞ്ഞിരുന്ന് ഭരണം നടത്തുന്നത് തീവ്രവാദി സംഘടനകളാണ്. Look at America. ഇനി അമേരിക്കയുടെ കാര്യം നോക്കാം. Mr. Trump came to power. മിസ്റ്റർ ട്രംപ് അധികാരത്തിൽ വന്നു. He is the president, no doubt. അദ്ദേഹമാണ് അമേരിക്കയുടെ പ്രസിഡന്റ്, അതിൽ ഒരു സംശയവുമില്ല. But everything he wants to do, the Senate has to approve. എന്നാൽ സെനറ്റിന്റെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഏതൊരു കാര്യവും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. Otherwise he cannot do anything. സെനറ്റിന്റെ അംഗീകാരമില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനാവില്ല. Now he said, I want to build a wall. എനിക്കൊരു മതിൽ പണിയണമെന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ The Senate says, we are not going to give you money. സെനറ്റ് പറയും, ഞങ്ങൾ നിങ്ങൾക്ക് പണം നൽകുവാൻ പോകുന്നില്ല എന്ന്. Do you see iron and clay? അതെ, ഇരുമ്പ് കൊണ്ടും കളിമണ്ണും കൊണ്ടും ഉണ്ടാക്കിയ രാജത്വങ്ങൾ. The Lord spoke about this thousands of years ago. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സർവശക്തനായ ദൈവം ഇതിനെക്കുറിച്ചെല്ലാം പ്രവചിച്ചു. Hallelujah. ഹല്ലേലൂയ. We are in the last days. നമ്മൾ അന്ത്യകാലത്തിലാണ്. A system like this, a political system like this was never in action about 150 years ago. This never was in the history of the world. 100 അല്ലെങ്കിൽ 150 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെയുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതി നിലനിന്നിരുന്നില്ല. ചരിത്രത്തിൽ ഇങ്ങനെയൊരു വ്യവസ്ഥിതി നമുക്ക് കാണുവാൻ കഴിയില്ല. But the last days, the sign will be that there will be a feet that will not be able to bear itself, weak with iron and clay. എന്നാൽ അന്ത്യകാലത്ത് നിലനിൽക്കുന്ന ഒരു ഭരണ വ്യവസ്ഥിതി ഇരുമ്പും കളിമണ്ണും ചേർന്നതുപോലെ ബലഹീനമായ ഒരു ഭരണ വ്യവസ്ഥിതി ആയിരിക്കും. The Lord said in the prophecy, ആ പ്രവചനത്തിൽ ദൈവം വ്യക്തമായി പറഞ്ഞു, people will stay together, ജനങ്ങൾ ഒരുമിച്ച് നിലനിൽക്കും, but they will not mix together. എന്നാൽ അവർ പരസ്പരം ചേരുകയില്ല. Is it happening today? അതിന്ന് സംഭവിക്കുന്നില്ലേ? Look at India. ഇന്ത്യയിലേക്ക് നോക്കുവിൻ. We say India is my country, all Indians are my brothers and sisters. We all say all that, it's very നമ്മൾ nice. പറയുന്നു ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന്. എല്ലാ ഇന്ത്യர்களும் என்னுடைய சகோதரன் சகோதரி எல்லாம் சொல்லிடுறோம். நடக்குதா? Look at today's spectacle today. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ പരിശോധിച്ചു നോക്കുവിൻ.
The neighboring state will not give water to us. നമ്മുടെ അയൽ സംസ്ഥാനം നമുക്ക് വെള്ളം തരുന്നില്ല. There is a fight in the courts. കോടതിയിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. One country, ഒരു രാജ്യമാണിത്. but they will not mix. എന്നാൽ അവർ പരസ്പരം ചേരുന്നില്ല. Recent days, you see, there is a cold war going between southern India and northern India. ഈയിടെ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ദക്ഷിണേന്ത്യക്കും വടക്കേ ഇന്ത്യക്കും ഇടയിൽ ഒരു ശീതസമരം നടക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. This was foretold thousands of years ago. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രവചിക്കപ്പെട്ടതാണ് ഇതെല്ലാം. They will not mix. അവർ പരസ്പരം ചേരുകയില്ല. There will be a weakness within the country. ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ ഇതുപോലെയുള്ള ഒരു ബലഹീനത ഉണ്ടായിരിക്കും. There will be a weakness between world powers. They will not mix. ലോകശക്തികൾക്കിടയിൽ ഒരു ബലഹീനത ഉണ്ടാകും. അവർ പരസ്പരം ചേരുകയില്ല. This is the first sign of the political arena that will rise up in the last days. ഇതാണ് അന്ത്യകാലത്ത് ആഗോള രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉയർന്നു വരുന്ന ഒന്നാമത്തെ അടയാളം. Number 2. രണ്ടാമത്തേത്. There's a second sign. ഒരു രണ്ടാമത്തെ അടയാളമുണ്ട്. If you come to Matthew chapter 24 and verse 6 and 7. നിങ്ങൾ മത്തായി 24 6, 7 എന്നീ വാക്യങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ Jesus said, യേശു പറഞ്ഞു, in the last days, അന്ത്യകാലത്ത് you will hear of wars and rumors of wars. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. Verse 7. 7-ാം വാക്യം, Nation shall rise against nation and kingdom against kingdom. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. Now listen to me. ഇനി ശ്രദ്ധിക്കുവിൻ. The first sign in the political arena is a weak political system. രാഷ്ട്രീയ മണ്ഡലത്തിലെ ഒന്നാമത്തെ അടയാളം ബലഹീനമായ രാഷ്ട്രീയ ഘടനയാണ്. Number 2. രണ്ടാമത്തേത്. The second sign will be the waging of wars. രണ്ടാമത്തെ അടയാളം ലോകത്തിൽ യുദ്ധങ്ങൾ തുടർന്ന് നടന്നുകൊണ്ടിരിക്കും. The Lord said in the last days you will hear of wars and rumors of wars. യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലത്ത് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമെന്ന്. Jesus talked about 2 different kinds of wars. യേശു 2 വ്യത്യസ്തമായ യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നു. First he said, ഒന്നാമതായി people against people. ജാതികൾ ജാതികളോട് എതിർക്കും. What is it? അതെന്താണ്? That means a civil war within the people of the same country. അതിന്റെ അർത്ഥം ഒരേ രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ ആഭ്യന്തര കലഹങ്ങൾ നടക്കുമെന്നാണ്. Number 2. രണ്ടാമത്, nation against nation warring. രാജ്യം രാജ്യത്തോട് എതിർക്കും. രാജ്യങ്ങൾക്കിടയിൽ യുദ്ധമുണ്ടാകും. That is international or cross border war. അതായത് അന്താരാഷ്ട്ര യുദ്ധങ്ങൾ. Now listen to me. ഇനി ശ്രദ്ധിക്കുവിൻ. Do you believe that the prophecies of God are true? ദൈവത്തിന്റെ പ്രവചനങ്ങൾ സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ சொல்லுங்க. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? You don't have to believe it blindly. നിങ്ങൾ അതെല്ലാം അന്ധമായി വിശ്വസിക്കേണ്ട കാര്യമില്ല. I can give you the facts as we live in the last days. നമ്മൾ അന്ത്യകാലത്ത് ജീവിക്കുന്നതിനാൽ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളോട് പറയുവാൻ എനിക്ക് കഴിയും. Do you know something? There is a true fact. ഒരു യഥാർത്ഥ സത്യം നിങ്ങൾക്കറിയാമോ? You know what is that? എന്താണത്? Of all the wars that human beings undertook from the beginning of time until 1900, which is the 20th century. ആദിമകാലം മുതൽ 20-ാം നൂറ്റാണ്ട് വരെ ജനങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും, and all the people who died all those thousands of years. And the amazing thing is, in the 20th and the 21st century, which is just 120 years now, എന്നാൽ കഴിഞ്ഞ 120 വർഷങ്ങളിൽ, അതായത് 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും നടന്ന യുദ്ധങ്ങളിൽ the people who died are 3 times more than the people who died in all the wars before. 20-ാം നൂറ്റാണ്ട് വരെ നടന്ന എല്ലാ യുദ്ധങ്ങളിലും അകപ്പെട്ട് മരിച്ചവരുടെ എണ്ണത്തെക്കാൾ 3 മടങ്ങ് അധികമാണ് 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും നടന്ന യുദ്ധങ്ങളിൽ മരിച്ചവരുടെ എണ്ണം. Can you believe that? നിങ്ങൾക്കത് വിശ്വസിക്കാനാവുമോ? Jesus said this will be a sign of the last times. യേശുക്രിസ്തു പറഞ്ഞു, ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണെന്ന്. Wars will be fought and people will die in record numbers. രാജ്യങ്ങൾക്കിടയിൽ യുദ്ധങ്ങൾ നടക്കും. ജനങ്ങൾ വലിയ തോതിൽ യുദ്ധങ്ങളിൽ അകപ്പെട്ട് മരിച്ചു പോകും. There are so many wars that I can list out. I don't have time. ഇതുപോലെയുള്ള നിരവധി യുദ്ധങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനാകും, എന്നാൽ സമയമില്ല. But for your understanding, I'm going to give you a few. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ചില യുദ്ധങ്ങളെക്കുറിച്ച് ഞാൻ പറയട്ടെ. All these wars are recent wars. ഈ യുദ്ധങ്ങളെല്ലാം ഈയിടെ നടന്ന യുദ്ധങ്ങളാണ്.
The 20th century and 21st century alone I will bring. 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും നടന്ന യുദ്ധങ്ങൾ. First, I will talk about people against people or civil war within a country. ആദ്യമായി ആഭ്യന്തര യുദ്ധങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. Number 1. ഒന്നാമത്തേത്, In the year 1947, the Kashmir conflict began and it goes on till now. 1947 കാശ്മീരിൽ സംഘർഷങ്ങൾ തുടങ്ങി, അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. And 1.1 lakh people have died in that one state alone. ഒരേ ഒരു സംസ്ഥാനത്തിൽ മാത്രം 100,000-ലധികം ജനങ്ങൾ മരിച്ചിരിക്കുന്നു. Number 2. രണ്ടാമത്, In 1983 until 2009, there was an internal war in Sri Lanka, our neighboring country. 1983 മുതൽ 2009 വരെ ശ്രീലങ്കയിൽ ആഭ്യന്തര യുദ്ധം നടന്നു. Between the Tamils and Sinhalese. തമിഴന്മാർക്കും സിംഹള ജനങ്ങൾക്കും ഇടയിൽ. And in those years 1 lakh people died. അക്കാലത്ത് 100,000 ജനങ്ങൾ ആ യുദ്ധത്തിൽ അകപ്പെട്ട് മരിച്ചുപോയി. Now 1994, 1994 in the country of Rwanda there was an internal war. റുവാൻഡയിൽ ഒരു ആഭ്യന്തര കലഹം നടന്നു. 8 lakh people died. അതിൽ 8 ലക്ഷം ജനങ്ങൾ മരിച്ചുപോയി. From the year 1996 until now, 1996 മുതൽ നാളിതുവരെ there is an internal war, multiples of war going on in the country of Congo. ഹോങ്കോ എന്ന രാജ്യത്തിൽ തുടർന്ന് ആഭ്യന്തര കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 41 lakh have died. 41 ലക്ഷം ജനങ്ങൾ അതിലകപ്പെട്ട് മരിച്ചു. One country. ഒരേ ഒരു രാജ്യത്തിൽ മാത്രം. From 2006 until now, there is a war going on in Mexico between the drug warlords and the government. 2006 മുതൽ ഇന്ന് വരെ മെക്സിക്കോയിൽ ലഹരി വസ്തുക്കൾ വ്യാപാരം ചെയ്യുന്നവർക്കും സർക്കാരിനുമിടയിൽ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. Since 2006, 1 lakh people plus have died. 2006 100,000-ലധികം ജനങ്ങൾ ആ കലഹത്തിൽ അകപ്പെട്ട് മരിച്ചുപോയി. 2009 until now, there is a war going on in Nigeria between the government and the Boko Haram unit of ISIS. The war is going on. 2009 മുതൽ നൈജീരിയയിൽ ഗവൺമെന്റിനും തീവ്രവാദികൾക്കുമിടയിൽ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. 52,000 people have died. 52,000 ജനങ്ങൾ മരിച്ചുപോയി. And almost 24 lakh people have been displaced from their homes. ഏകദേശം 24 ലക്ഷം ജനങ്ങൾക്ക് വീട് വിട്ട് പോകേണ്ടി വന്നു. 2011, just 8 years ago, 2011, അതായത് 8 വർഷങ്ങൾക്ക് മുൻപ്, Syria went through a civil war. സിറിയ ഒരു ആഭ്യന്തര യുദ്ധത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. 5,60,000 people have died. 5,60,000 ജനങ്ങൾ അതിലകപ്പെട്ട് മരിച്ചുപോയി. Within that country. ആ രാജ്യത്തിൽ മാത്രം. 2014 to 17. 2014 മുതൽ 2017 വരെ Iraqi war between the government and ISIS. ഇറാഖിൽ ISനും ഗവൺമെന്റിനുമിടയിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടായി. 75,000 people died. 75,000 ജനങ്ങൾ അതിലകപ്പെട്ട് മരിച്ചുപോയി. All that I mentioned now is within the country. രാജ്യങ്ങൾക്കുള്ളിൽ നടന്ന യുദ്ധങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. People against people. ജാതി ജാതിയോട് എതിർക്കുന്ന യുദ്ധങ്ങൾ. Now let's go to nation against nation. ഇനി രാജ്യം രാജ്യത്തോട് എതിർക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. Please don't be terrified. This is much more terrifying. ഇത്തരം യുദ്ധങ്ങൾ ഘോരമാണ്, ഭീതിജനകമാണ്, ഭയാനകമായ യുദ്ധങ്ങളാണിവ. Now I will bring up 5 wars, major wars out of the many that happened worldwide. ഇപ്പോൾ ലോകമെമ്പാടും നടന്ന യുദ്ധങ്ങളിൽ വെച്ച് 5 വലിയ യുദ്ധങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. The first one is the World War I. ആദ്യത്തെ യുദ്ധം ഒന്നാം ലോക മഹായുദ്ധം. 1914 to 1918. 1914 മുതൽ 18 വരെയാണ് ഈ യുദ്ധം നടന്നത്. In 4 years, 4 വർഷങ്ങളിൽ 6,50 lakh people died. 6,50,00,000 ജനങ്ങൾ യുദ്ധത്തിലകപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെട്ടു. Few years later, Second World War started. ഏതാനും വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ലോക മഹായുദ്ധം നടന്നു. 1939 to 1945. 1939 മുതൽ 1945 വരെ. In 6 years,
6 വർഷങ്ങളിൽ 8,50,00,000 people died. 8,50,00,000 ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. From 1950 to 1953, 1950 മുതൽ 53 വരെ war between North Korea and South Korea. നോർത്ത് കൊറിയയ്ക്കും സൗത്ത് കൊറിയയ്ക്കും ഇടയിൽ യുദ്ധം നടന്നു. 12 lakh people died in that small country. അതിൽ ആ ചെറിയ രാജ്യത്തിലുള്ള 12 ലക്ഷം ജനങ്ങൾ മരിച്ചുപോയി. 1955 to 1975, 20 years. 1955 മുതൽ 1975 വരെ 20 വർഷങ്ങൾ. Vietnam War. വിയറ്റ്നാം യുദ്ധം നടന്നു. 38 lakh people died. 38 ലക്ഷം ജനങ്ങൾ അതിലകപ്പെട്ട് മരിച്ചുപോയി. Very recently, there was an attack on the Twin Towers in New York in America by Al-Qaeda by using planes, and they destroyed 2 towers. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അൽ-ഖ്വയ്ദ തീവ്രവാദികൾ പ്ലെയിൻ ഉപയോഗിച്ച് ന്യൂയോർക്കിലെ 2 കെട്ടിടങ്ങൾ തകർത്ത് കളഞ്ഞു. America was under terror attack. അമേരിക്ക ആ തീവ്രവാദ ആക്രമണത്തിന് ഇരയായി തീർന്നു. And America immediately responded with a war on terror, international war on terror. ഉടനടി അമേരിക്ക പ്രതികരിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ തീവ്രവാദികൾക്കെതിരായി അമേരിക്ക യുദ്ധം തുടങ്ങി. 38 countries joined together and began to fight against terrorist outfits in Pakistan, Afghanistan, Sudan, so many countries. 38 രാഷ്ട്രങ്ങൾ ഒന്നു ചേർന്ന് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും സുഡാനിലുമുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു. The end is 20 lakh people died. അവസാനം 20 ലക്ഷം ജനങ്ങൾ ഈ യുദ്ധങ്ങളിൽ അകപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെട്ടു. Can you imagine where we are sitting? നമ്മളിപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുമോ? We are thinking war means it's going to come. നമ്മൾ യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് വരാൻ പോകുകയാണ്. Of course, a bigger one is waiting. തീർച്ചയായും ഒരു വലിയ യുദ്ധം വരാനിരിക്കുകയാണ്. But already we are hearing wars and rumors of wars. എന്നാൽ നമ്മൾ ഇപ്പോൾ തന്നെ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുന്നു. This is a fulfillment of God's prophecy. ഇത് ഒരു ദൈവീക പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ്. Something like this has never occurred 120 years before. 120 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെയുള്ള ഒന്ന് ഉണ്ടായിട്ടില്ല. Only from the 20th century. 20ാം നൂറ്റാണ്ട് മുതലാണ് ഇതെല്ലാം ആരംഭിച്ചത്. How come 6 crores, 8 crores, how come all so big a number could die? 6 കോടി 8 കോടി ജനങ്ങൾ യുദ്ധങ്ങളിൽ അകപ്പെട്ട് എങ്ങനെയാണ് മരിച്ചു പോകുന്നത്? The major shift that happened from 20th century was actually in the method of warfare. യുദ്ധതന്ത്രങ്ങളിലും യുദ്ധോപകരണങ്ങളിലും ഉണ്ടായ മാറ്റമാണ് 20ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ യുദ്ധങ്ങളിൽ ഇത്രമാത്രം ജനങ്ങൾ മരിച്ചു പോകുന്നതിന് കാരണമായത്. Earlier, you could have seen some old paintings or photographs. War means you have an army of horses, army of elephants, army of camels, footmen, soldiers, spears and arrows and all that being used. 20ാം നൂറ്റാണ്ടിന് മുൻപ് നടന്ന യുദ്ധങ്ങളിൽ കാലാൾപ്പടയും കുതിര സൈന്യവും ആനകളും ഉണ്ടായിരുന്നു. അമ്പും വില്ലും മറ്റു ഉപകരണങ്ങളുമാണ് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നത്. But the whole thing changed in 20th century. എന്നാൽ 20ാം നൂറ്റാണ്ടിൽ സകലതിനും മാറ്റം വന്നു. It is no longer a sling stone of David and Goliath. പിന്നീട് ദാവീദിന്റെ കവിണയും കല്ലുമല്ല യുദ്ധത്തിൽ ഉപയോഗിച്ചത്. The weapons, the methods, everything has changed. യുദ്ധോപകരണങ്ങളിലും യുദ്ധതന്ത്രങ്ങളിലും വളരെയധികം മാറ്റങ്ങൾ വന്നു. In a short span of time, multitudes can be killed. ഒരു ഹ്രസ്വമായ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കുവാൻ സാധിച്ചു. Earlier, kingdoms means they always used to have a huge high wall, fortresses, and they used to protect their country. പുരാതന കാലത്ത് തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ വലിയ കോട്ടകളും കൊത്തളങ്ങളും മതിലുകളും പണിതുയർത്തിയിരുന്നു. But now it is no longer relevant. എന്നാൽ ഇപ്പോൾ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. Why? എന്തുകൊണ്ടെന്നാൽ The introduction of aerial warfare. വ്യോമാക്രമണം ആരംഭിച്ചത് മുതൽ യുദ്ധത്തിന്റെ സ്വഭാവം ആകെ മാറി. From World War I, planes were used in war. ഒന്നാം ലോക മഹായുദ്ധം മുതൽ യുദ്ധങ്ങളിൽ വിമാനങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചു. Arrows were depleted and were replaced by missiles. യുദ്ധരംഗത്ത് നിന്ന് അമ്പും വില്ലും അപ്രത്യക്ഷമായി. അതിനു പകരം മിസൈലുകൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. One arrow can kill one person, one missile can kill
thousands. ഒരു അമ്പുകൊണ്ട് ഒരു വ്യക്തിയെ മാത്രമേ കൊല്ലുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു മിസൈൽ കൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കാനാകും. Now let me go into the aerial warfare just to make you know where our world is headed. ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നതിനെ വ്യോമാക്രമണത്തെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം. What kind of wars are going to come? എത്തരത്തിലുള്ള യുദ്ധങ്ങളാണ് ഇനി വരുവാൻ പോകുന്നത് എന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നതിനെ. There is so much of information, I'll just give you a little bit. ധാരാളം വിവരങ്ങളുണ്ട്, ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. I will only focus on the aerial power, only a little bit of America. അമേരിക്കയുടെ വ്യോമാക്രമണ ശക്തിയെക്കുറിച്ച് ഞാൻ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. A little bit about America. അമേരിക്കയെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ മാത്രം. Now, ഇപ്പോൾ do you know there are a few flights in America which will really surprise you? നിങ്ങൾക്കറിയാമോ, അമേരിക്കയുടെ പക്കൽ ചില പോർ വിമാനങ്ങളുണ്ട്. അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ തീർച്ചയായും നിങ്ങളെ അത്ഭുതത്തിലാഴ്ത്തും. Listen to me. ശ്രദ്ധിക്കുവിൻ. The first one is F-35. There is a warplane called F-35. ഒന്നാമത്തേത് F-35 എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പോർ വിമാനമാണ്. It can fly at the speed of 1930 kilometers per hour. ഈ പോർ വിമാനത്തിന് ഒരു മണിക്കൂറിൽ 1930 കിലോമീറ്റർ വേഗത്തിൽ പറക്കുവാൻ സാധിക്കും. That means in 1 hour you can start from here and end in Kashmir. അതായത് നിങ്ങൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കാശ്മീരിൽ എത്തിച്ചേരുവാൻ കഴിയും. So fast. അത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന പോർ വിമാനമാണ്. Then they went for another aircraft which is F-15. പിന്നീട് F-15 എന്ന പേരിൽ അവരുടെ പക്കൽ മറ്റൊരു പോർ വിമാനമുണ്ട്. That aircraft can fly at the speed of 2655 kilometers per hour. ആ പോർ വിമാനത്തിന് മണിക്കൂറിൽ 2655 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനാവും. That means from Chennai to Singapore it will be less than 1 hour. ചെന്നൈയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ആ പോർ വിമാനത്തിന് യാത്ര ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂറിൽ കുറഞ്ഞ സമയം മതിയാകും. So fast. ഭയങ്കര വേഗത്തിൽ If സഞ്ചരിക്കുന്നു. you think this is very fast, ഈ പോർ വിമാനത്തിന് വേഗം കൂടുതലാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ they went with one more aircraft. അവരുടെ പക്കൽ മറ്റൊരു പോർ വിമാനം കൂടിയുണ്ട്. They called it XB-70. XB-17 എന്ന് അവർ അതിനെ പേർ ചൊല്ലി വിളിക്കുന്നു. This aircraft can fly at 3200 kilometers per hour. ഈ യുദ്ധവിമാനത്തിന് മണിക്കൂറിൽ 3200 കിലോമീറ്റർ വേഗത്തിൽ പറക്കാനാകും. If you thought that this was very fast, ഈ യുദ്ധവിമാനം അതിവേഗത്തിൽ സഞ്ചരിക്കുന്നുവല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ they found out one more which is called X-15. അവർ മറ്റൊരു പോർ വിമാനം കൂടി കണ്ടുപിടിച്ചു. അതിന്റെ പേര് X-15 എന്നാണ്. That can travel at the speed of 7200 kilometers per hour. മണിക്കൂറിൽ 7200 കിലോമീറ്റർ വേഗത്തിൽ പറക്കുവാൻ ആ യുദ്ധവിമാനത്തിന് കഴിയും. Now this was invented 20 years ago. 20 വർഷങ്ങൾക്ക് മുൻപാണ് ഇതവർ കണ്ടുപിടിച്ചത്. The latest is not brought to the public domain. ഏറ്റവും പുതിയ യുദ്ധവിമാനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അവർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. We are going at supersonic speed, 7 times the speed of sound. നമ്മളിപ്പോൾ സൂപ്പർസോണിക് സ്പീഡിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശബ്ദത്തിന്റെ 7 ഇരട്ടി വേഗത്തിൽ. Not only speed, വേഗത്തിൽ മാത്രമല്ല, the technology now is stealth. Stealth means there are planes that cannot be detected by radar at all. സാങ്കേതിക വിദ്യകളിലും നമ്മൾ വളരെയധികം മുന്നേറിയിരിക്കുന്നു. യുദ്ധവിമാനങ്ങളെ റഡാറുകൾക്ക് ഇപ്പോൾ കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നില്ല. The plane you see in the photograph, B-15. Now this aircraft cannot be detected by radar. Nobody will know when it is coming in, when it is going out. നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്ന ഈ പോർ വിമാനം റഡാറുകൾക്ക് പോലും കണ്ടുപിടിക്കുവാൻ കഴിയില്ല. ഈ പോർ വിമാനങ്ങൾ വരുന്നതും പോകുന്നതും ആർക്കും അറിയാനാവില്ല. Only after the bombing is over, you will know something has come and gone. ബോംബുകൾ വർഷിച്ചതിന് ശേഷം മാത്രമേ എന്തോ വന്ന് ബോംബുകൾ വർഷിച്ചുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. That is the war today. ഇന്നത്തെ യുദ്ധം അതുപോലെയുള്ള യുദ്ധങ്ങളാണ്. Now the next technology is drones. They call it unmanned aerial vehicles. ഇപ്പോൾ ഡ്രോൺസ് എന്ന പുതിയൊരു സാങ്കേതിക വിദ്യയുണ്ട്. മനുഷ്യരില്ലാതെ വ്യോമാക്രമണം നടത്തുവാൻ ഇതിന് കഴിയും. No pilot inside. ആ വിമാനത്തിൽ പൈലറ്റ് പോലും ഉണ്ടായിരിക്കില്ല. It will be completely controlled in a small room with a small computer and a joystick, like they play a video game. Somebody can be sitting in a small room in America and they can be bombing in Afghanistan. Right to an inch they can drop. ഇത് ഒരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെയാണ്. അമേരിക്കയിലെ ഒരു ചെറിയ മുറിയിൽ ഒരു കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് അഫ്ഗാനിസ്ഥാനിൽ കൃത്യമായി
ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഡ്രോൺ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബോംബ് വർഷിക്കുവാൻ കഴിയും. This is called drones. ഇതിനെയാണ് നമ്മൾ ഡ്രോൺ എന്ന് വിളിക്കുന്നത്. If you look at the way the world is going towards wars, it is so terrifying. നോക്കൂ, ലോകം യുദ്ധത്തിന് ഒരുങ്ങുന്ന വിധങ്ങൾ എത്ര ഭയാനകമാണ്. ഇത് നമ്മെ ഭീതിയിൽ ആഴ്ത്തും. I told you, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, no more spears and swords. ഇനി യുദ്ധത്തിൽ വാളും കുന്തങ്ങളും ഒന്നും ഉപയോഗിക്കുകയില്ല. Now we are in the age of machine guns. ഇപ്പോൾ നമ്മൾ മെഷീൻ ഗണ്ണിന്റെ യുഗത്തിലാണ് ജീവിക്കുന്നത്. The AK-47, which became so popular, still popular today, has been sold in millions and millions. AK-47 ഇന്നും വളരെയധികം പ്രസിദ്ധമാണ്. ഇന്നും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. They say for every 70 people alive in this world, they have one AK-47. അവർ പറയുന്നു, ലോകത്തിൽ ജീവനോടിരിക്കുന്ന 70 പേരിൽ ഒരാൾക്ക് ഒരു AK-47 ഉണ്ടെന്ന്. In AK-47, one round can kill 300 people. AK-47-ൽ ഒരു റൗണ്ട് വെടിയുതിർത്താൽ അതുകൊണ്ട് 300 പേരെ കൊന്നൊടുക്കുവാൻ കഴിയും. For 70 people, one gun is available. 70 പേർക്ക് ഒരു തോക്ക് ലഭ്യമാണെന്ന് കണക്കുകൾ വ്യക്തമായി പറയുന്നു. Not only guns. തോക്കുകൾ മാത്രമല്ല, The amount of missiles and bombs that the world has created for war is so staggering. യുദ്ധങ്ങൾക്ക് വേണ്ടി ലോകം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോംബുകളുടെയും മിസൈലുകളുടെയും എണ്ണം വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്നതാണ്. Surface to surface missile, ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തെ ആക്രമിക്കുന്ന മിസൈലുകൾ, air to surface missile, വാനിൽ നിന്ന് ഉപരിതലത്തെ ആക്രമിക്കുന്ന മിസൈലുകൾ, surface to air missile, ഉപരിതലത്തിൽ നിന്ന് വ്യോമാക്രമണം നടത്തുന്ന air to air missile, വ്യോമാക്രമണ മിസൈലുകൾ, anti-satellite missile. കൂടാതെ ആന്റി സാറ്റലൈറ്റ് മിസൈലുകളും ഇപ്പോൾ പ്രാബല്യത്തിലുണ്ട്. They say they are ready. അവയെല്ലാം തയ്യാറായിരിക്കുന്നുവെന്ന് ലോകം പറയുന്നു. And among the missiles and bombs, one of the most terrifying bombs that man has invented is the nuclear bomb. മനുഷ്യർ ഒരുപാട് മിസൈലുകളും ബോംബുകളും കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും മാരകമായത്, ഏറ്റവും അധികം ഭീതി ജനിപ്പിക്കുന്നത് ന്യൂക്ലിയർ ബോംബുകളാണ്. Do you know that in the Second World War, to end the war, there were 2 bombs that were thrown on 2 cities in Japan, Hiroshima and Nagasaki, 2 nuclear weapons. നിങ്ങൾക്കറിയാമോ, രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ജപ്പാനിലെ ഹിരോഷിമ, നാഗസാക്കി എന്നിങ്ങനെയുള്ള 2 നഗരങ്ങളിൽ അവർ ന്യൂക്ലിയർ ബോംബ് വർഷിക്കുകയുണ്ടായി. When the bomb was dropped, ആ ബോംബുകൾ അവിടെ വർഷിക്കപ്പെട്ടപ്പോൾ one bomb wiped out an entire city. ഒരു ബോംബ് ഒരു നഗരത്തിൽ വർഷിക്കപ്പെട്ടപ്പോൾ ആ നഗരം നാമാവശേഷമായി തീർന്നു. Only one bomb. ഒരേ ഒരു ബോംബ്. Lakhs and lakhs of people died. ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചുപോയി. Listen, ശ്രദ്ധിക്കുവിൻ, that bomb is manufactured in many countries, including India, in large numbers. ആ ബോംബ് ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഇന്ന് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. Listen, ശ്രദ്ധിക്കുവിൻ, they say the terror of that bomb was so huge that when the bomb was dropped around 3 kilometers in radius, people who were standing and looking at the bomb 3 kilometers away, their flesh melted and fell off from their bodies and they were standing as skeletons in 1 second. ഈ ബോംബ് ഭയാനകമാണ്. അവർ ഇപ്രകാരം പറയുന്നു, ഈ ബോംബ് ഏതെങ്കിലും പട്ടണത്തിൽ വർഷിക്കപ്പെടുകയാണെങ്കിൽ ഏകദേശം 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനങ്ങൾ എല്ലാവരും അസ്ഥിപഞ്ജരങ്ങളായി മാറും. 1 സെക്കൻഡിനുള്ളിൽ അവരുടെ ശരീരത്തെ മാംസമെല്ലാം കത്തിച്ചാമ്പലാകും. 2 bombs were thrown in Japan and then they were not used in wars again. ഇതുപോലെയുള്ള 2 ബോംബുകൾ ജപ്പാനിൽ വർഷിക്കപ്പെട്ടു. പിന്നീട് നടന്ന യുദ്ധങ്ങളിലൊന്നും ഇത്തരം ബോംബുകൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. But the danger is still there. എന്നാൽ അപകടം ഇപ്പോഴുമുണ്ട്. Iran is having it, North Korea is having it, Pakistan is having it, India is having it, America, Russia, Israel, many countries are having it. ഇറാൻ, നോർത്ത് കൊറിയ, പാകിസ്ഥാൻ, ഇന്ത്യ, അമേരിക്ക, റഷ്യ എന്നിങ്ങനെ നിരവധി രാജ്യങ്ങളുടെ പക്കൽ ഈ ബോംബുകളുണ്ട്.
The Bible says in the last days the world will be consumed with fire. വേദപുസ്തകം പറയുന്നു അന്ത്യകാലത്ത് ലോകം അഗ്നിയിൽ വെന്തു പോകുമെന്ന്. I don't think we need fire from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ലോകം കത്തിച്ചാമ്പലാകേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുന്നു. The bombs already are there to burn this earth in a few minutes. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ ഭൂമി മുഴുവൻ കത്തിച്ചാമ്പലാകുവാൻ തക്കവണ്ണം ശക്തിയുള്ള ബോംബുകൾ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ പക്കൽ ധാരാളമായുണ്ട്. Don't be afraid. നിങ്ങൾ ഭയപ്പെടേണ്ട. In the year 1961, 1961 Russia created one of the largest nuclear bombs ever made on this earth. ഈ ഭൂമിയിൽ ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടില്ലാത്ത വലിയൊരു ആറ്റം ബോംബ് റഷ്യ നിർമ്മിക്കുകയുണ്ടായി. They called it RDS-220. അവർ RDS-220 എന്ന പേരാണ് ഈ ബോംബിന് നൽകിയത്. I'll tell you some facts about that bomb. ഞാൻ ആ ബോംബിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാം. They wanted to test it. അവരത് പരീക്ഷിച്ചു നോക്കുവാൻ തീരുമാനിച്ചു. They dropped it from such a great height. അവർ ഉയരത്തിൽ നിന്ന് ആ ബോംബ് താഴേക്ക് വർഷിച്ചു. And they did not detonate it on the ആ ground. ബോംബ് തറയിൽ വീണ് പൊട്ടിത്തെറിക്കുവാൻ അവർ അനുവദിച്ചില്ല. Detonated it 4 kilometers above the earth. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 4 കിലോമീറ്റർ മുകളിൽ വെച്ച് ആ ബോംബ് പൊട്ടിത്തെറിച്ചു. And they were so scared, the plane that dropped it will burn out of the blast. So they made the bomb descend in a parachute. എന്നാൽ ആ ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ ആ ബോംബ് ഇട്ട പ്ലെയിൻ കത്തി നശിക്കുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഒരു പാരച്യൂട്ടിന്റെ സഹായത്തോടുകൂടി ആ ബോംബ് വർഷിക്കുവാൻ അവർ തീരുമാനിച്ചു. And by the time it was detonated, the flight flew around 50 kilometers away. ആ ബോംബ് പൊട്ടിത്തെറിക്കുന്ന സമയത്തിനുള്ളിൽ ആ വിമാനം 50 കിലോമീറ്റർ ദൂരേക്ക് പറന്നുപോയിരിക്കും. Now it was detonated. ഒടുവിൽ ആ ബോംബ് പൊട്ടിത്തെറിച്ചു. They say the fireball that was created, അതിൽ നിന്ന് ഉണ്ടായ അഗ്നിഗോളം, the diameter was 5 kilometers wide. ആ അഗ്നിഗോളത്തിന്റെ വ്യാസം ഏകദേശം 5 കിലോമീറ്റർ വരെ ഉണ്ടായിരുന്നു. 5 kilometers. 5 കിലോമീറ്റർ. There is a mushroom cloud that rises up when a nuclear bomb ഒരു is ആറ്റം ബോംബ് വർഷിക്കപ്പെടുമ്പോൾ കൂണിന്റെ രൂപത്തിൽ മേഘം പോലെ പുകച്ചുരുളുകൾ ഉയർന്നു വരുന്നത് കാണാം. You can see that in that photograph. ആ ഫോട്ടോഗ്രാഫിൽ നിങ്ങൾക്കത് കാണാം. It's like a mushroom. അത് ഒരു കൂണ് പോലെയാണ്. Look at that picture. ആ ചിത്രത്തിലേക്ക് നോക്കുവിൻ. They say that nuclear bomb, when it was tested, the height of the mushroom was 64 kilometers high. ന്യൂക്ലിയർ ബോംബ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ കൂണ് പോലെയുള്ള പുകച്ചുരുളിന്റെ ഉയരം 64 കിലോമീറ്റർ ആയിരുന്നു. The circumference of that mushroom is 100 kilometers. ആറ്റം ബോംബ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ആ കൂണ് പോലെയുള്ള പുകച്ചുരുളിന്റെ ചുറ്റളവ് ഏകദേശം 100 കിലോമീറ്റർ ആയിരുന്നു. And they tested it. അവർ അത് പരീക്ഷിച്ചു നോക്കി. When they tested that bomb, അവർ ആ ബോംബ് പരീക്ഷിച്ചപ്പോൾ they say അവർ പറഞ്ഞു 900 kilometers away, 900 കിലോമീറ്റർ അകലെ ഉണ്ടായിരുന്ന windows were broken. അവർ ആ ബോംബ് പരീക്ഷിച്ചപ്പോൾ ജനലുകൾ പോലും തകർന്നു പോയ. This is something the world has never seen before. ഇനി ഉണ്ടാകുന്ന യുദ്ധങ്ങൾ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത യുദ്ധങ്ങളായിരിക്കും. This is not the only warfare, my brothers and sisters. പ്രിയപ്പെട്ടവരെ, ഇത് മാത്രമല്ല ലോകത്തിൽ നടക്കുന്ന യുദ്ധങ്ങൾ. America is planning to have bombs in space, in satellites. അമേരിക്ക ബഹിരാകാശത്ത് നിന്ന്, അതായത് സാറ്റലൈറ്റ് ഉപയോഗിച്ച് ബോംബുകൾ വർഷിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കുകയാണ്. They have something called biological warfare. അവർ ജീവശാസ്ത്രപരമായ ഒരു യുദ്ധമുറയും വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്നു. Biological warfare is using bacteria and harmful virus to kill people. വൈറസുകളും ബാക്ടീരിയകളും ഉപയോഗിച്ച് ജനങ്ങളെ കൊന്നൊടുക്കുന്ന വിദ്യയാണ് ബയോളജിക്കൽ വാർഫെയർ. That means they will send the bomb or that chemical or that biological virus in a small envelope or in a bottle. അവർ ചെറിയ കവറിൽ അല്ലെങ്കിൽ ബോട്ടിലിൽ രാസവസ്തുക്കളോ ബാക്ടീരിയകളോ അയക്കും. You open it, നിങ്ങൾ അത് തുറക്കുകയാണെങ്കിൽ 2 minutes you will die. 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾ മരിച്ചു പോകും. The virus will kill you. ആ വൈറസ് നിങ്ങളെ കൊന്നുകളയും. They have a new warfare called chemical warfare. രാസായുധങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു യുദ്ധതന്ത്രം കൂടി അവരുടെ പക്കലുണ്ട്. They send it in a small package. അവർ ചെറിയ പാക്കറ്റുകളിൽ അത് അയക്കും. You open it,
നിങ്ങളത് തുറന്നാൽ your body will melt and die. നിങ്ങളുടെ ശരീരം ഉരുകിപ്പോകും, നിങ്ങൾ മരിക്കും. ഉരുകി സെത്തു പോയി. Recently in Syria there were videos saying that people were just writhing and dying. They said they used chemical weapons. സമീപകാലത്ത് സിറിയയിൽ ജനങ്ങൾ വേദന കൊണ്ട് പുളഞ്ഞ് മരിച്ചു വീഴുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. അത് രാസായുധങ്ങൾ പ്രയോഗിച്ചതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയപ്പെടുന്നു. No hurt, no wounds. Just breathing that chemical, they were writhing and they died. ആ രാസവസ്തുക്കൾ ശ്വസിച്ച ഉടനെ അവർ വേദന കൊണ്ട് പുളഞ്ഞ് വീണ് മരിച്ചു. അവരുടെ ശരീരത്തിൽ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. Chemical warfare. രാസായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധം. This has never been seen or experienced 120 years ago. 120 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെയുള്ള യുദ്ധമുറകൾ ആരും കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടുമില്ല. When you hear these things, നിങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ understand that we are in the last days. നമ്മൾ അന്ത്യദിനങ്ങളിലാണെന്ന കാര്യം മനസ്സിലാക്കിക്കൊള്ളുവിൻ. Hallelujah. ഹല്ലേലൂയ. நிறைய பேர் ரொம்ப பயந்துட்டீங்க போல இருக்குது. These are not made up stories, these are real things. ഇത് കെട്ടുകഥകളല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. First sign in the political realm is a weak political system. രാഷ്ട്രീയ മണ്ഡലത്തിലെ ഒന്നാമത്തെ അടയാളം ബലഹീനമായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. Second one, waging of wars. രണ്ടാമത് യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ്. Third one and the most important one. മൂന്നാമത്തെ കാര്യം, അതാണ് വളരെ പ്രധാനപ്പെട്ട അടയാളം. The whole political system of the world will warm up to welcome the kingdom of Antichrist. ആഗോള രാഷ്ട്രീയ രംഗങ്ങൾ, ആഗോള രാഷ്ട്രീയ ഘടന അന്തിക്രിസ്തുവിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളതായി തീരും. അതിനുള്ള വഴികളെല്ലാം അവർ തുറക്കും. This is happening now, it is happening today. ഇതിപ്പോൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. Many of you may not realize it, but I'll give you the facts. നിങ്ങളിൽ അനേകർ ഇത് തിരിച്ചറിഞ്ഞിരിക്കുകയില്ല, എന്നാൽ ചില വസ്തുതകൾ ഞാൻ പങ്കുവെക്കട്ടെ. Things you are using, things you are doing now can be very casual for you, but there is a whole design behind this. ഇന്ന് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തികച്ചും സാധാരണമായിരിക്കാം, എന്നാൽ അതിന്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. One of the things that Antichrist will do is in Revelation chapter 13 verses 16-17. അന്തിക്രിസ്തു ചെയ്യുന്ന ഒരു കാര്യം വെളിപ്പാട് 13:16-17 എന്നീ വാക്യങ്ങളിൽ കാണാം. He says, he will force everyone, small and great, rich and poor, free and slave, to receive a mark in his right hand or in his forehead, so that no one could buy or sell unless he had that mark, which is the name of the beast or the number of his name. ആ വാക്യം ഇപ്രകാരം പറയുന്നു: അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈ മേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. Now listen. ഇപ്പോൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ ശ്രദ്ധിക്കുവിൻ. We are living in the last days and I will give you all the evidence for that. നമ്മൾ അന്ത്യകാലത്താണ് ജീവിക്കുന്നത്, അതിനുള്ള തെളിവുകൾ ഞാൻ നൽകാം. We just read a verse. നമ്മൾ ഇപ്പോൾ ഒരു വാക്യം വായിച്ചുവല്ലോ. It does not talk about differences in which country you are living in. ഇത് ഒരു രാജ്യത്ത് താമസിക്കുന്നവരെ കുറിച്ചോ വ്യത്യസ്തമായ രാജ്യങ്ങളെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. It only talks about small or great, slave or free, rich or poor. ആ വചനത്തിൽ ഇപ്രകാരം മാത്രം പറയുന്നു: ചെറിയവരോ വലിയവരോ, ദരിദ്രന്മാരോ സമ്പന്നന്മാരോ, ദാസന്മാരോ സ്വതന്ത്രരോ. Which means അതിന്റെ അർത്ഥം the world will become not 164 countries but one country, one world, one government. ലോകമെന്നാൽ 164 രാജ്യങ്ങളല്ല, മറിച്ച് ഒരു രാജ്യമായി തീരും. ഒരേ ഒരു രാജ്യം, ഒരേ ഒരു സർക്കാർ എന്ന നിലയിലേക്ക് എത്തും കാര്യങ്ങൾ. There will be not different economies, RBI for India, for Pakistan some other reserve bank, for America some other reserve bank. No. All economies will be globalized and brought under one control. ഇനി വ്യത്യസ്തമായ സാമ്പത്തിക വ്യവസ്ഥകൾ ഉണ്ടായിരിക്കുകയില്ല. ഇന്ത്യക്ക് RBI എന്ന പോലെ എല്ലാ സാമ്പത്തിക വ്യവസ്ഥകളും ആഗോളവൽക്കരിക്കപ്പെടും, ഒരു അധികാരത്തിന് കീഴിൽ വരും. That is what this verse talks about. അതാണ് ഈ വചനം പറയുന്നത്. There will not be different economical governors governing each country, but there will be one person who will decide
what you can buy, what you can sell. ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക വ്യവസ്ഥയെ ഭരിക്കുവാൻ വ്യത്യസ്ത അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. ഒരേ ഒരു വ്യക്തി മാത്രം ഉണ്ടായിരിക്കും. നിങ്ങൾ എന്ത് വാങ്ങണം വിൽക്കണമെന്ന് അയാൾ He തീരുമാനിക്കും. will be Antichrist. ആ വ്യക്തിയായിരിക്കും അന്തിക്രിസ്തു. Today we see the start of this process. ആ വ്യക്തിയായിരിക്കും അന്തിക്രിസ്തു. ഇന്ന് നമ്മൾ ഈ പ്രക്രിയയുടെ ആരംഭമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. How? എങ്ങനെ? By international agencies that control every government indirectly. എല്ലാ സർക്കാരുകളുടെയും പ്രവർത്തനത്തെ പരോക്ഷമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസികളിലൂടെ. The main control is UN, United Nations. അവയിൽ ഏറ്റവും അധികമായി സർക്കാരുകളെ നിയന്ത്രിക്കുന്നത് UN ആണ്, യുണൈറ്റഡ് നേഷൻസ്. If you look at that picture, നിങ്ങൾ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ so many branches under that controlling the entire world government. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള നിരവധി ശാഖകൾ എല്ലാ ഗവൺമെന്റുകളെയും നിയന്ത്രിക്കുന്നു. You have Wildlife Fund, you have World Bank, you have International Monetary Fund, you have UNESCO, United Nations, they control the restricted sites. It's all international now, everything under the international law. നമുക്ക് വൈൽഡ് ലൈഫ് ഫണ്ടുണ്ട്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടുണ്ട്, ലോക ബാങ്കുണ്ട്, യുനെസ്കോയുണ്ട്. ഇവയെല്ലാം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് കീഴിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. Now no country can operate independently. ഇപ്പോൾ ലോകത്തിൽ ഒരു രാജ്യത്തിനും സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. Even now. ഇപ്പോഴും. For example, ഉദാഹരണമായി India can export only a certain limit. Even though they produce more, they can only export to a certain limit because of the international norms. ഇന്ത്യ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര മാനദണ്ഡമനുസരിച്ച് ഒരു പരിധിവരെ മാത്രമേ ഇന്ത്യക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. And they have to import certain things whether they like it or not. എന്നാൽ ഇന്ത്യക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചില സാധനങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരും. Today you go to a Reliance Food Mart, you can see apples from China, apples from Washington, America, orange from New Zealand, some other fruit from Australia. All the countries will sell their product in India because it's a globalized economy. അതുകൊണ്ടാണ് ഇന്ന് റിലയൻസ് സൂപ്പർ മാർക്കറ്റിൽ ചൈനയിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള ആപ്പിൾ വിൽക്കുന്നത്. ഇന്ന് എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ സാധിക്കും. കാരണം ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ ആഗോളവൽക്കരിക്കപ്പെട്ടതാണ്. Every road that is laid in India, most of it is funded by the World Bank. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം റോഡുകളും നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകിയിരിക്കുന്നത് ലോക ബാങ്കാണ്. That means the monetary control of India is with a world power. അതായത് ഇന്ത്യയുടെ സാമ്പത്തിക നിയന്ത്രണം ലോകശക്തികളുടെ കയ്യിലാണെന്ന് സാരം. Someday all the countries in the world will come to a point where they cannot give back the loan. ഒരു ദിവസം വരും അന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും തങ്ങൾ ലോക ബാങ്കിൽ നിന്ന് എടുത്തിരിക്കുന്ന പണം തിരിച്ചടയ്ക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകും. And then the world government will say, അപ്പോൾ ലോക സർക്കാർ അവരോട് പറയും, your country belongs to me. നിങ്ങളുടെ രാജ്യം എനിക്ക് സ്വന്തമായതാണ്. நீங்க ஒருத்தர் கடன் வாங்கிட்டு கடன் திருப்ப செலுத்துறான்னு என்ன பண்ணுவாங்க? சொத்தை என்ன பண்ணுவாங்க? ஜப்தி பண்ணுவாங்கல்ல, அதுதான். The biggest loan receiving country is America, if you don't believe it. ലോക ബാങ്കിൽ നിന്ന് ഏറ്റവും അധികം ലോൺ എടുക്കുന്ന രാജ്യം അമേരിക്കയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി. Their control is not in their hands. അമേരിക്കയുടെ നിയന്ത്രണം ഇപ്പോൾ അമേരിക്കയുടെ കൈകളിലല്ല. That is how in every area you see there is a globalization. അങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും ആഗോളവൽക്കരണം കാണുവാൻ സാധിക്കുന്നത്. All of this gearing up for one world government. ഇതെല്ലാം ഒരു ഏകലോക സർക്കാർ എന്ന ലക്ഷ്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Listen to me. ശ്രദ്ധിക്കുവിൻ. I will show you 3 things that are happening right before our eyes in our country. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. Write it down. Number 1. അത് എഴുതിയെടുക്കുവിൻ. ഒന്നാമത്തേത്, Cashless economy. പണം ഉപയോഗിക്കാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥ. പണമില്ലാ വർത്തകം. പണം ഉപയോഗിക്കാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥ. This is happening in India right now. ഇതിപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. Those days 20 years ago, anybody has a debit card or a credit card, somebody thought they were very rich.
20 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ സമ്പന്നന്മാരാണെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു. Somebody who would go into a shop and swipe their card, people will think, oh, they are showing off. ആരെങ്കിലും ഒരു കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം അവരുടെ കാർഡ് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ വിചാരിക്കും അവർ വലിയ സമ്പന്നന്മാരാണെന്ന്. But today, എന്നാൽ ഇന്ന് a vegetable vendor is showing a POS machine. Can you swipe your card for 50 rupees? ഒരു ചെറിയ പച്ചക്കറി കടക്കാരൻ പോലും അതുപോലെയുള്ള മെഷീൻ വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് 50 രൂപയ്ക്ക് സാധനം വാങ്ങി കാർഡ് സ്വൈപ്പ് ചെയ്ത് അവിടെ നിന്ന് പോരാം. I go to a barber shop often. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ബാർബർ ഷോപ്പിൽ പോകാറുണ്ട്. I pray that I will go much more years. ഇനിയും നിരവധി വർഷങ്ങൾ അതുപോലെയുള്ള കടകളിലേക്ക് പോകുവാൻ എനിക്ക് സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Only 100 rupees is the charge. 100 രൂപ മാത്രം കൊടുത്താൽ മതി. Outside they have put a sticker. കടയുടെ പുറത്ത് അവർ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. All debit and credit cards accepted here. എല്ലാ ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും ഇവിടെ സ്വീകരിക്കുന്നു എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. Paytm available. പേടിഎമ്മും ഇവിടെ ലഭ്യമാണെന്ന് അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. When my barber looks at me, he gives me a discount. He gives only 80 rupees because he does not have much work to do now. அவருக்கு ரொம்ப வேலை கம்மி ஆயிடுச்சு. 100 ரூபாய் வாங்குறதுக்காண்டி 80 தான் வாங்குறாரு. அந்த 80 ரூபாய்க்கு after I finish my hair dressing, he asked me, sir, cash or card? ഞാൻ മുടി വെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ബാർബർ എന്നോട് ചോദിക്കും, സാർ താങ്കൾ ക്യാഷ് നൽകുന്നോ അതോ കാർഡാണോ എന്ന്. You cannot hear this 5 years ago. 5 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് ഈ വാക്കുകൾ കേൾക്കുവാൻ കഴിയില്ല. Can you imagine one leader in India who has the guts and the boldness to get up before a television camera one night at 9 o'clock and say, all your cash will be rendered useless from 12 o'clock tonight? ഇതുവരെ ഇന്ത്യ ഭരിച്ച ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിക്ക് ഒരു രാത്രി സമയത്ത് ടെലിവിഷന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പക്കലുള്ള പണമെല്ലാം അസാധുവായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവാനുള്ള മനോധൈര്യം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുവിൻ. You know the pain this country went to. ഈ രാജ്യം കടന്നുപോയ അതികഠിനമായ വേദന എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. Around 120 people died standing in the queue before banks. ബാങ്കിന്റെ മുന്നിലുള്ള വരിയിൽ നിന്നുകൊണ്ട് ഏകദേശം 120 പേർ കുഴഞ്ഞു വീണ് മരിച്ചുപോയി. Many businesses were lost. നിരവധി ബിസിനസ്സുകൾ തകർന്ന് തരിപ്പണമായി നഷ്ടത്തിൽ കലാശിച്ചു. Many people lost their jobs. പലർക്കും ജോലി നഷ്ടപ്പെട്ടു. Lot of money was wasted. ഒരുപാട് പണം പാഴായിപ്പോയി. People didn't know what to do with their hard-earned money, stacked off money. They didn't know what to do. തങ്ങൾ സമ്പാദിച്ച പണം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും ജനങ്ങൾക്ക് അറിയാത്ത ഒരു അവസ്ഥയുണ്ടായി. But my biggest shock is there was not a single place where there was an uprising. എന്നാൽ എന്നെ ഏറ്റവും അധികം ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം ഇതാണ്, ഇതുപോലെയുള്ള ഒരു സംഭവം നടന്നിട്ടും ആരും അതിനെതിരായി പ്രതികരിച്ചില്ല. ഒരു പ്രതിഷേധ യോഗവും നടന്നില്ല. നിങ്ങളത് ശ്രദ്ധിച്ചുവോ? Everybody stood quietly. Next few years you will see drastic reforms where cashless economy will be pushed in full steam. ഇനി വരുന്ന ഏതാനും ചില വർഷങ്ങളിൽ പണം ഉപയോഗിക്കാത്ത സാമ്പത്തിക വ്യവസ്ഥ അതിവേഗം നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് നിങ്ങൾ കാണും. Right now none of you receive salary in cash in envelope. No longer. പണമായിട്ടാണ് ശമ്പളം ലഭിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും പണമായി ശമ്പളം ലഭിക്കുന്നില്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ? They say we have deposited in the bank. You can take it out from the ATM. അവർ പറയും പണം ഞങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ATM കാർഡ് ഉപയോഗിച്ച് എടുക്കാം. Not a single rupee is given in your hand. ശമ്പളമായി 1 രൂപ പോലും നിങ്ങളുടെ കയ്യിൽ ആരും നൽകുന്നില്ല. എല്ലാവരും ശമ്പളം ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. Very few years from now, ഇനി ഏതാനും ചില വർഷങ്ങൾക്കുള്ളിൽ the printing of rupee notes will be stopped. നോട്ടുകൾ അടിക്കുന്ന പണി നിർത്തിവെക്കും. None of you can save money in your homes. നിങ്ങൾക്കാർക്കും വീട്ടിൽ പണം സൂക്ഷിക്കുവാൻ കഴിയുകയില്ല. Not under the saree, not under the cupboard, not in your kitchen box, nothing. അലമാരിയിലോ അടുക്കളയിലോ പണം സൂക്ഷിക്കാനാവില്ല. Everything will be brought to the open. എല്ലാം വെളിപ്പെടുത്തേണ്ടി വരും. ഉണ്മ നടക്കുதா இல்லையா பாருங்க, சீக்கிரம் நடக்கும் அது. It will be cashless പണം economy. ഉപയോഗിക്കാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാകും. The reason they say this is good because
If you have cashless economy, nobody can rob your money. ഇത് നല്ലതാണെന്ന് അവർ പറയുന്നു. അതിൻ്റെ കാരണം ഇതാണ്: പണം ഉപയോഗിക്കാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ ആർക്കും നിങ്ങളുടെ പണം മോഷ്ടിക്കുവാൻ കഴിയുകയില്ല. It is safe. അത് സുരക്ഷിതമാണ്. But you think of it in the other way. എന്നാൽ മറ്റൊരു വിധത്തിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ Your entire money is at the mercy of the government. നിങ്ങളുടെ പണം മുഴുവൻ സർക്കാരിൻ്റെ പക്കലായിരിക്കും. സർക്കാരിൻ്റെ ദയയിൽ നിങ്ങൾ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരും. To buy anything, if they try to block your account is blocked. നിങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് സർക്കാർ നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്പം പണം പോലും എടുക്കുവാൻ കഴിയില്ല, ഒന്നും വാങ്ങുവാനും സാധിക്കുകയില്ല. Cashless. പണം ഉപയോഗിക്കാത്ത സമൂഹം. Every sale, every purchase controlled. എല്ലാ വിൽപ്പനയും അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങുന്നതും നിയന്ത്രിക്കപ്പെട്ടിരിക്കും. Today, as of now, ഇന്ന് do you know you have a limit to draw cash from ATM per day? ഒരു ദിവസം ATM-ൽ നിന്ന് പിൻവലിക്കുന്ന പണത്തിന് ഒരു പരിധിയുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. உண்மையா இல்லையா நான் சொல்றது? ஒரு நாளைக்கு எவ்வளோ லிமிட் தெரில, 20,000 25,000 20,000 ஏங்க என் காசுங்க, நீ சொல்லலாம் என் காசுங்க, நான் கஷ்டப்பட்டு சம்பாரிச்சது எனக்கு எடுக்க முடியாது. இன்னைக்கு 20,000 எடுத்துக்கோ, நாளைக்கு 20,000 எடுத்துக்கோ. யாருக்கு அடிமை பார்த்தீங்களா நீங்கள்? இப்போ நீங்கள் சம்பாரித்த காசை நீங்கள் வித்ட்ரா பண்ண முடியாது. இவ்வளோதான் வாங்கிட்டு போ, அதுக்கு மேலே செலவு பண்ணால் போய் கார்டை தேய்ச்சி செலவு பண்ணிக்கோ, அவ்வளோதான். எதுவுமே நீங்கள் செய்ய முடியாது. Control in their hands. அதே நியന്ത്രണം അവരുടെ കൈകളിലാണ്. Look at our church now. The recent laws tell us anything you buy, you cannot give cash more than 20,000. ഈയിടെ പ്രാബല്യത്തിൽ വന്ന നിയമം അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിയാൽ അതിന്റെ വില 20,000 രൂപയിൽ കൂടുതലാണെങ്കിൽ നമുക്ക് പണം നൽകുവാൻ You കഴിയില്ല. can only give it as check or do a bank transfer. നമുക്ക് ആ സാധനത്തിന്റെ വില ചെക്കായി നൽകാം, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറിലൂടെ പണം കമ്പനിക്ക് അയച്ചു കൊടുക്കാം. Which means അതിന്റെ അർത്ഥം you cannot stash any money for your own needs. നിങ്ങൾക്ക് സ്വന്തം ആവശ്യത്തിനു വേണ്ടി പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങുവാൻ സാധിക്കില്ലെന്നർത്ഥം. Everything under the system. എല്ലാം ഒരു ഘടനയ്ക്ക് കീഴിലായി കൊണ്ടുവരപ്പെടുന്നു. Just in case a bank gets bankrupt, ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ബാങ്കിൽ പണമില്ലാതെ വന്നാൽ, ബാങ്ക് പാപ്പനായാൽ, that is it, you come to the street, that's all. നിങ്ങൾ തെരുവിലേക്ക് വരുമെന്ന് അർത്ഥം. This will happen few years from now. ഏതാനും വർഷങ്ങൾക്ക് ശേഷം അത് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. No control over your own money. നിങ്ങൾക്ക് സ്വന്തം പണത്തിനു മേൽ യാതൊരു നിയന്ത്രണവും ഉണ്ടായിരിക്കുകയില്ല. You cannot buy what you want, you cannot give what you want. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങുവാനോ ഇഷ്ടമുള്ളതിന് പണം നൽകുവാനോ സാധിക്കില്ല. This is what is called cashless economy. ഇതാണ് പണം ഉപയോഗിക്കാത്ത സാമ്പത്തിക This വ്യവസ്ഥ. is what Antichrist will do. ഇതാണ് അന്തിക്രിസ്തു ചെയ്യുന്ന കാര്യം. Without his permission, you cannot buy or sell. അവന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഒരിക്കലും സാധിക്കുകയില്ല. Number 2. രണ്ടാമത്തെ കാര്യം, How is our country and the world at large moving towards Antichrist reign? നമ്മുടെ രാജ്യവും രാഷ്ട്രീയ മണ്ഡലവും അന്തിക്രിസ്തുവിന്റെ വാഴ്ചയ്ക്ക് നേരായി എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. Second one is biometrics. രണ്ടാമത്തെ കാര്യം ബയോമെട്രിക്സ് ആണ്. You know, നിങ്ങൾക്കറിയാമല്ലോ, all of us have put our 10 hands in submission and given all our biometric details to the government. നമ്മൾ നമ്മുടെ 10 വിരലുകളും ആ മെഷീനിൽ വെച്ചുവല്ലോ. അങ്ങനെ നമ്മുടെ ബയോമെട്രിക്സ് വിവരങ്ങൾ എല്ലാം സർക്കാരിന് നമ്മൾ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. And we have also showed our eyes so they can scan the retina of our eyes. കൂടാതെ ആ മെഷീന് മുൻപിൽ നമ്മുടെ കണ്ണുകളും നമ്മൾ സമർപ്പിച്ചിരിക്കുന്നു. നമ്മുടെ റെക്ടീന പോലും അവർ സ്കാൻ ചെയ്ത് And കഴിഞ്ഞിരിക്കുന്നു. we all smile for the photograph. നമ്മൾ എല്ലാവരും ആ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി പുഞ്ചിരിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുൻപിൽ നിന്നു. Let me ask a question. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. Listen, everyone listen. എല്ലാവരും ശ്രദ്ധിക്കുവിൻ. Is there anybody in this church who does not have Aadhaar card? ആധാർ കാർഡ് ഇല്ലാത്തവർ ആരെങ്കിലും ഈ സഭയിലുണ്ടോ? Aadhaar card இல்லாம இந்த சர்ச்சில் இருக்க ஒரு ஆள் இருக்கீங்களா? கை தூக்க பாப்போம். ஒரு ஆள் இல்லைங்க. ஒரு வயசான பாட்டியம்மா கூட இல்லை. தள்ளாடுற பாட்டியம்மா கூட ஆதார் கொடுங்க ஐயா நிற்குதா இல்லையா?
What does that mean? അതിന്റെ അർത്ഥം എന്താണ്? Every one of our details, personal details, is recorded with the government. നമ്മുടെ വ്യക്തിപരമായ എല്ലാ വിവരങ്ങളും സർക്കാർ രേഖകളിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. Your vehicle is connected to Aadhaar. നിങ്ങളുടെ വാഹനം ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. Your mobile phone is connected to Aadhaar. നിങ്ങളുടെ മൊബൈൽ ഫോൺ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. Your bank account is connected to Aadhaar. അതുപോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും. Your electricity bill is connected to Aadhaar. കൂടാതെ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലും, House tax to Aadhaar. വീടിന്റെ നികുതിയും, Insurance to Aadhaar. അതുപോലെ നിങ്ങളുടെ ഇൻഷുറൻസും, Your loan to നിങ്ങളെടുത്ത Aadhaar. വായ്പകളും ആധാർ കാർഡുമായി Your ബന്ധിപ്പിച്ചിരിക്കുന്നു. school admission, college admission, Aadhaar. നിങ്ങളുടെ സ്കൂൾ അഡ്മിഷനും കോളേജ് അഡ്മിഷനും ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. Your ration card is with Aadhaar. അതുപോലെ നിങ്ങളുടെ റേഷൻ കാർഡും, Your gas connection to Aadhaar. നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. Every single detail. If you want to book an air ticket, give an Aadhaar card. ഓരോ ചെറിയ വിവരങ്ങളും ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എയർ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ആധാർ നമ്പർ നൽകണം. Every place, every property you have, every land you buy or sell, you have to give your Aadhaar number. നിങ്ങൾക്ക് സ്ഥലം വിൽക്കണമെങ്കിൽ, സ്ഥലം വാങ്ങണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ നൽകേണ്ടതുണ്ട്. What is it happening? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? Somebody in our country, an official, types your Aadhaar number. നമ്മുടെ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്താൽ The officer ആ ഉദ്യോഗസ്ഥനെ can actually see how much money you have in the bank, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പണമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. what vehicles are in your name, നിങ്ങളുടെ പേരിൽ എന്തെല്ലാം വാഹനങ്ങൾ ഉണ്ടെന്നും, what is your driving license number, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്താണെന്നും, what is your vehicle number, registration number, നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ എന്താണെന്നും, what properties you are owning, നിങ്ങൾക്ക് എത്ര സ്വത്തുണ്ടെന്നും, where your children are studying. നിങ്ങളുടെ മക്കൾ ഏത് സ്ഥലത്താണ് പഠിക്കുന്നതെന്നും അവർക്ക് മനസ്സിലാക്കാനാകും. Every detail in the click of one finger, he can sit in one place and get the whole detail. ഒരു സ്ഥലത്തിരുന്ന് വിരൽ തുമ്പൊന്ന് ചലിപ്പിച്ചാൽ ഈ വിവരങ്ങളെല്ലാം ആ ഉദ്യോഗസ്ഥന് ലഭിക്കും. Your passport is connected to Aadhaar. പാസ്പോർട്ട് ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. If they want to stop you from moving from one place to another, they can actually block you with one click of a button. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള നിങ്ങളുടെ യാത്ര തടയണമെങ്കിൽ അവർക്ക് ഒരു ബട്ടൺ അമർത്തിയാൽ മാത്രം They മതി. can trace you where you are with your mobile phone just with an Aadhaar number. നിങ്ങളുടെ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ മൊബൈൽ ഫോൺ വെച്ച് നിങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. Your mobile phone will track you. നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളെ കാണിച്ചു കൊടുക്കും. Everything is connected. എല്ലാം ആധാറുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. If they need, they can freeze all your bank accounts and assets in one click. ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളും വസ്തുവകകളും മരവിപ്പിക്കുവാൻ അവർക്ക് സാധിക്കും. கவனிச்சிங்களா எங்க உலகம் போயிட்டு இருக்குன்னு? நானும் ஆதார் வாங்கிட்டேன் பாஸ்டர், ஜோம் பண்ணி கொடுங்கன்னு சில பேர் கேட்குறாங்க. You have come into a biometric world. You have no more privacy. നിങ്ങൾ ഒരു ബയോമെട്രിക് ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സ്വകാര്യതകൾക്ക് സ്ഥാനമില്ല. You cannot escape the system. നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. Earlier people used to have 5 passports in 5 different names. മുൻപ് ജനങ്ങൾക്ക് 5 പാസ്പോർട്ടുകൾ 5 പേരുകളിൽ ഉണ്ടായിരുന്നു. Now you cannot do it. ഇപ്പോൾ നിങ്ങൾക്കത് ചെയ്യാനാവില്ല. One fingerprint, only one passport. ഒരു ഫിംഗർ പ്രിന്റിന് ഒരേ ഒരു പാസ്പോർട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. Everything is restricted and controlled. സകലതും നിയന്ത്രണത്തിൽ ആയിരിക്കുന്നു. Lastly, number 3. മൂന്നാമതായി, As we move towards the reign of the Antichrist, ഈ അന്തിക്രിസ്തുവിന്റെ വാഴ്ചയ്ക്ക് നേരായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ most terrifying thing that is happening right now is what I called surveillance. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ കാര്യം നിങ്ങളെ മറ്റൊരാൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. We have seen surveillance cameras in shops. നമ്മൾ കടകളിൽ നിരീക്ഷണ ക്യാമറകൾ കണ്ടിട്ടുണ്ട്. The owner will be sitting in one place and seeing, are you stealing something? That's what they were seeing. ഉടമസ്ഥൻ ഒരു സ്ഥലത്തിരുന്ന് നിങ്ങൾ എന്തെങ്കിലും മോഷ്ടിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. When you go to some Western countries, we have seen cameras everywhere. നിങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ എല്ലായിടത്തും നിങ്ങൾക്ക് ക്യാമറ കാണാം. Just go to the main road. നിങ്ങൾ ആവടിയിൽ മെയിൻ റോഡിലേക്ക് പോകുകയാണെങ്കിൽ Every nook and corner, cameras. എല്ലാ മുക്കിലും മൂലയിലും ക്യാമറകളുണ്ട്. Where you are going, where you are getting down,
what you are buying, what you are carrying, who is coming with you, everything is recorded live in video. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, എവിടെ നിന്നാണ് വരുന്നത്, എന്തെല്ലാം വാങ്ങുന്നു, അതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. You can actually watch where you are, what you are from America. നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അതെല്ലാം അമേരിക്കയിലിരുന്ന് നിരീക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. Leave the road. നിങ്ങൾ റോഡുകളുടെ കാര്യം വിടുവിൻ. If you come into ACA Avadi, നിങ്ങൾ ACA ആവടിയിലേക്ക് വരികയാണെങ്കിൽ here and opposite we have got 40 cameras. ഇവിടെ നമുക്കെതിരിൽ 40 ക്യാമറകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. Everybody is recorded. എല്ലാവരുടെയും എല്ലാ പ്രവൃത്തികളും റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Everything. There's no longer something called private. ഇനി സ്വകാര്യമെന്ന് പറയുവാൻ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. You step out of your house, there is a camera waiting for നിങ്ങൾ you. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടൻ നിങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും നിരീക്ഷിക്കുവാൻ ഒരു നിരീക്ഷണ ക്യാമറ കാത്തിരിക്കുന്നു. Now, do you know there's one more shocking thing? നിങ്ങൾക്കറിയാമോ, ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. Your mobile phone is a camera. നിങ്ങളുടെ മൊബൈൽ ഫോൺ തന്നെ ഒരു ക്യാമറയാണ്. Do you know that? നിങ്ങൾക്കതറിയാമോ? From somewhere in China, ചൈനയിൽ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് they can activate your mobile phone and switch on the camera without you knowing it. നിങ്ങളുടെ മൊബൈൽ ഫോണിനെ പ്രവർത്തനക്ഷമമാക്കുവാനും നിങ്ങൾ അറിയാതെ തന്നെ ക്യാമറ ഓൺ ചെയ്യുവാനും അവർക്ക് സാധിക്കും. They can switch on your microphone in your mobile phone and hear the conversation you're having with a friend with your mobile phone in the bag. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ മൈക്രോഫോൺ ഓൺ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതനോട് സംസാരിക്കുന്നതെല്ലാം കേൾക്കുവാൻ അവർക്ക് സാധിക്കും. அப்படியே ஆன் பண்ண ரெக்கார்ட் பண்ணலாம். உங்களுக்கே தெரியாது, நீங்க ஆன் பண்ணிருக்க மாட்டீங்க, அது ஆன் பண்ண முடியும். They can crack your mobile and open it and record video live without you knowing that your own mobile phone is recording you. അവർക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ക്രാക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുവാനും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ കൊണ്ട് റെക്കോർഡ് ചെയ്യുവാനും കഴിയും. My iPad with a camera can actually switched on by somebody who hacks into it and they can see me live right now and switch on the mic and hear me. എൻ്റെ കയ്യിലുള്ള ഈ ഐപാഡ് ഞാനിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിലും ദൂരത്തുള്ള ഒരാൾക്ക് ഇത് ഓൺ ചെയ്യുവാനും അതുപോലെ തന്നെ എൻ്റെ പ്രവൃത്തികളെല്ലാം നിരീക്ഷിക്കുവാനും ഞാൻ പറയുന്നത് കേൾക്കുവാനും In സാധിക്കും. your laptop there is a camera. They can switch on the camera and see you live as you are sitting casually in your room. നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഒരു ക്യാമറയുണ്ട്. അവർക്ക് നിങ്ങൾ അറിയാതെ തന്നെ ആ ക്യാമറ ഓൺ ചെയ്യുവാനും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കുവാനും സാധിക്കും. Do you know today we have smart TV? In smart TV there is a camera. നിങ്ങൾക്കറിയാമോ, ഇന്ന് നമ്മളുടെ പക്കൽ സ്മാർട്ട് ടി ഉണ്ട്. ആ ടിവിയിൽ ഒരു ക്യാമറയുണ്ട്. When I went to America, ഞാൻ അമേരിക്കയിലേക്ക് പോയപ്പോൾ in almost all the houses, ഒരുവിധം എല്ലാ വീടുകളിലും they had plastered that camera with duct tape. അവർ കറുത്ത ടേപ്പ് കൊണ്ട് ആ ക്യാമറകളെല്ലാം മൂടി വെച്ചിരിക്കുന്നു. டிவியில் இருக்கிற கேமராவை பேஸ்ட் போட்டு அடைச்சி வச்சிருக்காங்க. ஏன்னா அவங்க சொல்றாங்க, எங்க ரூம்ல இருக்க டிவியை, பெட்ரூம்ல இருக்க டிவியை எங்கிருந்தோ ஒருத்தன் ஆன் பண்ணி அந்த கேமரா ஆன் பண்ணி எங்களை பார்க்க முடியும்னு சொல்றாங்க. உங்களால் நம்ப முடியுதா இது? Do you know spying and espionage around the world is a government run business in China? നിങ്ങൾക്കറിയാമോ, ചൈനയിൽ ഗവൺമെന്റ് നടത്തുന്ന ഒരു ബിസിനസ്സാണ് ലോകമെമ്പാടും ചാരന്മാരെ അയച്ചുകൊണ്ട് ചാരപ്രവൃത്തികൾ ചെയ്യുക എന്നത്. ചൈന அரசாங்கம் செய்கிறது. Recently, America banned all the cameras from China in its government offices. ഈയിടെ അമേരിക്ക ചൈനയിൽ നിന്നുള്ള എല്ലാ ക്യാമറകളും നിരോധിച്ചു. സർക്കാർ ഓഫീസുകളിൽ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. They asked them to remove all the Wi-Fi networks, all the networking machines. They said, take it out. We don't want from China. ചൈനയിൽ നിന്നുള്ള എല്ലാ നെറ്റ്വർക്ക് മെഷീനുകളും എടുത്തു മാറ്റുവാൻ അവർ ആവശ്യപ്പെട്ടു. Why? എന്തുകൊണ്ട്? They found out that in their most sensitive places, it was all recorded live and sent to China without them knowing it. അമേരിക്കയിലെ വളരെ രഹസ്യ സ്വഭാവമുള്ള സ്ഥലങ്ങളിലെ ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് ഈ മെഷീനുകൾ ചൈനയിലേക്ക് അയക്കുന്നുണ്ടെന്ന് അമേരിക്കക്കാർ കണ്ടെത്തി. You are no longer private. അതെ, ഇനി നിങ്ങൾക്ക് സ്വകാര്യമായ കാര്യങ്ങൾ എന്നത് ഇല്ല. You know, today in the cars, latest cars, നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ കാലത്ത് പുത്തൻ പുതിയ കാറുകളിൽ there is a SIM card inside the car. ആ കാറിന്റെ ഉള്ളിൽ ഒരു സിം കാർഡ് ഉണ്ട്. It will give you real time information to the manufacturer
and tell the manufacturer the condition of your car. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാർ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആ സിം കാർഡിലൂടെ ആ കാർ നിർമ്മാതാക്കൾക്ക് അപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കും. In case of an accident, എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ all you have to do is press one button. നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ഒന്ന് മാത്രം, ഒരു ബട്ടൺ അമർത്തിയാൽ മതി. And it will tell the manufacturer where your car is, what happened to your car, and they will send a recovery. അപ്പോൾ ആ സിം കാർഡിലൂടെ നിങ്ങളുടെ കാർ എവിടെയാണെന്നും കാറിന് എന്താണ് സംഭവിച്ചതെന്നും അത് നിർമ്മാതാക്കളെ അറിയിക്കും. ഉടനടി അവർ വന്ന് നിങ്ങളെ രക്ഷിക്കും. Today, most cars come with keyless entry. Just one button you push, it will start. ഇന്ന് ബഹുഭൂരിപക്ഷം കാറുകളും ഒരു ബട്ടൺ അമർത്തിയാൽ മാത്രം മതി, അത് സ്റ്റാർട്ട് ആവും. I recently read an article. ഞാൻ ഈയിടെ ഒരു ആർട്ടിക്കിൾ വായിച്ചു. They say അവർ പറയുന്നു, everybody is enjoying keyless entry. കീ ഇല്ലാതെ കാർ ഓടിക്കുന്നത് എല്ലാവരും ആസ്വദിക്കുകയാണത്രേ. Everybody is happy with online support for cars. കാറുകൾക്ക് ഓൺലൈൻ സപ്പോർട്ട് ലഭിക്കുന്നതിൽ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ടത്രേ. In that article it is written, ആ ആർട്ടിക്കിളിൽ ഇപ്രകാരം എഴുതിയിരുന്നു, that technology is so powerful. ആ സാങ്കേതിക വിദ്യ അതിശക്തമായതാണത്രേ. How? എങ്ങനെയാണെന്നറിയാമോ? They can actually switch off your car while it is riding in a particular place. ഒരു പ്രത്യേക സ്ഥലത്ത് കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാർ നിർത്തുവാൻ പോലും അവർക്ക് സാധിക്കുമത്രേ. You can just switch it off. അവർക്ക് കാർ നിർത്തുവാൻ കഴിയും. And they can lock your car. അതുപോലെ കാർ ലോക്ക് ചെയ്യുവാനും. When I read that, I thought, ഞാൻ അത് വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, people who are left behind in the time of the Antichrist, അന്തിക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ കൈവിടപ്പെട്ട ജനങ്ങൾ, just in case they try to escape in a car, അവർ ഒരു കാറിൽ കയറി രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണെങ്കിൽ they'll be tracked real lifetime where they are right now. അവരിപ്പോൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കുവാനും അവരെ പിടികൂടുവാനും അവർക്ക് സാധിക്കും. And they can switch off your car and make you stop in that spot without knowing where to go. അവർക്ക് നിങ്ങളുടെ കാർ നിർത്തുവാൻ കഴിയും. അവർ കാർ ലോക്ക് ചെയ്യുകയും ചെയ്യും. They can freeze your accounts in a matter of time. ഒരു നിമിഷത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുവാൻ അവർക്ക് സാധിക്കും. That's what we read. നമ്മൾ എന്താണോ വായിച്ചത്, Without that mark, you cannot sell, you cannot buy. ആ മുദ്ര കൂടാതെ നിങ്ങൾക്ക് വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കുകയില്ല. Already you cannot ഞാൻ sell or ഇതിനെക്കുറിച്ച് buy without ചിന്തിച്ചപ്പോൾ other a small land. ഇപ്പോഴും നിങ്ങൾക്ക് ആധാർ കാർഡ് കൂടാതെ ഒരു ചെറിയ സ്ഥലം പോലും വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കില്ല. Days will come, you cannot even buy food without smart card. ദിവസങ്ങൾ വരികയാണ്, സ്മാർട്ട് കാർഡ് കൂടാതെ നിങ്ങൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും വാങ്ങുവാൻ സാധിക്കാത്ത അവസ്ഥ വരും. When I think about this, our government is pushing this as technology. സർക്കാർ ഒരു സാങ്കേതിക വിദ്യ എന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. But for us who are living in the light, എന്നാൽ വെളിച്ചത്തിൽ ജീവിക്കുന്നവരായ we നമുക്ക് know this is not just technology. ഇത് വെറുമൊരു സാങ്കേതിക വിദ്യ മാത്രമല്ല. This is a sign that Jesus is going to come very soon. യേശു വേഗത്തിൽ വരുവാൻ പോകുന്നു എന്നതിന്റെ അടയാളം കൂടിയാണ്. Hallelujah. ഹല്ലേലൂയ. Today they have given you as a card. ഇന്ന് അവർ നിങ്ങൾക്ക് ഒരു കാർഡ് നൽകിയിരിക്കുന്നു. Very soon it will not be in your pocket, it will be in your right hand, it will be in your head. ഇനി ആ കാർഡ് നിങ്ങളുടെ പോക്കറ്റിൽ ആയിരിക്കുകയില്ല. എത്രയും വേഗത്തിൽ നിങ്ങളുടെ കയ്യിന്മേലും നെറ്റിയിന്മേലും ആ കാർഡ് വരും. It's coming very soon. അത് എത്രയും വേഗത്തിൽ വരാൻ പോകുകയാണ്. The world is getting ready to face the last days without knowing. സ്വയം അറിയാതെ അന്ത്യദിനങ്ങൾ നേരിടുവാൻ ലോകം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. The question is, ചോദ്യം ഇതാണ്, are we ready to face the last day? നമ്മൾ അന്ത്യദിനങ്ങൾ നേരിടുവാൻ തയ്യാറായിരിക്കുന്നുവോ? Are we ready for the coming of the Lord Jesus Christ? യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനായി നമ്മൾ ഒരുങ്ങിയിരിക്കുന്നുവോ? Every sign is showing us Jesus is coming soon. യേശു വേഗത്തിൽ വരുന്നു എന്ന് എല്ലാ അടയാളങ്ങളും വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു. We come together as a church നമ്മൾ ഒത്തൊരുമിച്ച് ഒരു സഭയായി കൂടിയിരിക്കുന്നു. and we encourage one another നമ്മൾ പരസ്പരം പ്രബോധിപ്പിക്കുന്നു to face the day that is drawing near. അടുത്തു വരുന്ന ആ നാളിനെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി കണ്ണുകളെ മൂടുക. കണ്ണുകൾ അടയ്ക്കാം. ചോമണോ. നമുക്ക് പ്രാർത്ഥിക്കാം. Jesus is coming soon. യേശുക്രിസ്തു വേഗത്തിൽ വരുന്നു. The sign of our political system നമ്മുടെ രാഷ്ട്രീയ ഘടനയിൽ സംഭവിച്ച അടയാളം showing us plainly നമുക്ക് സ്പഷ്ടമായി കാണിച്ചു തരികയാണ്. that Jesus
is coming soon. യേശു വേഗത്തിൽ വരുന്നുവെന്ന്. The day is drawing near. ആ നാൾ അടുത്തു വരികയാണ്. The weakness of the political systems, രാഷ്ട്രീയ ഘടനയിൽ സംഭവിച്ച ബലഹീനത, the waging of wars between peoples and nations, രാജ്യങ്ങൾക്കിടയിലും ജനങ്ങൾക്കിടയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, and the way making efforts to welcome the Antichrist rule. അന്തിക്രിസ്തുവിന്റെ വാഴ്ചയെ വരവേൽക്കുന്നതിന് ആവശ്യമായ വഴിയൊരുക്കുന്നതിനുള്ള പ്രയത്നങ്ങൾ, Telling us one thing. അവയെല്ലാം നമ്മോട് വ്യക്തമായി ഒരു കാര്യം പറയുന്നു. Rise up from your sleep. ഉറക്കത്തിലിருந்து എഴുമ്പുക. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുവിൻ. ഇത് തൂങ്ങുകിற കാലമല്ല. ഇത് ഉറങ്ങാനുള്ള കാലമല്ല. It's time to be awake and await the coming of the Lord Jesus Christ. ഇത് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിനും യേശുക്രിസ്തുവിനെ വരവേൽക്കുന്നതിനുമുള്ള സമയമാണെന്ന് വ്യക്തമായി പറയുന്നു. കർത്താവിൽ പ്രിയരെ, ഈ സന്ദേശം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹം ആയി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ദൈവിക സന്ദേശം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ACA ആവടി എന്ന യൂട്യൂബ് ചാനൽ വഴി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രോഗ്രാം മുഖാന്തരം നിങ്ങൾ അനുഭവിച്ച അനുഗ്രഹങ്ങളെ ഞങ്ങളോട് പങ്കുവെക്കുക. നിങ്ങളുടെ ശരിയായ മേൽവിലാസം, ഫോൺ നമ്പർ മുതലായവ ഞങ്ങൾക്ക് എഴുതി അയക്കേണ്ട ഇമെയിൽ അഡ്രസ് acaavadi@gmail.com. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളോട് വിളിച്ചറിയിക്കേണ്ട ഫോൺ നമ്പർ 9380417774. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.